Okay, good evening, all of you, and I hope I'm clearly audible and visible to you all. എല്ലാവർക്കും കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്, വിസിബിൾ ആണല്ലോ അല്ലേ? ഒന്ന് കൺഫേം ചെയ്യുക, എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചാറ്റ് ഓപ്ഷനിൽ എന്തെങ്കിലും ചാറ്റ് ചെയ്യുക ചെയ്താൽ ഒന്ന് കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, ഫിസ യെസ്, അഞ്ജു യെസ്. എല്ലാവരും ഒന്ന് മറ്റേ സ്റ്റാർട്ടിങ്ങിൽ അക്ഷയ് യെസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട് ആൻഡ് കാണുന്നുണ്ട് എന്ന വിശ്വാസത്തോടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ ടോപ്പിക്ക് നമ്മളൊരു സിവിൽ സർവീസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ് ഹൗ ടു സ്റ്റാർട്ട് മൈ പ്രിപ്പറേഷൻ, വാട്ട് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് യുവർ പ്രിപ്പറേഷൻ. അതൊന്നാമത്തെ വിഷയം. രണ്ടാമത്തേത്, ഫസ്റ്റ് ഐ വാണ്ട് ടു നോ വാട്ട് ഈസ് യുവർ സ്റ്റാറ്റസ്, all of you, and at present, what is your status of preparing the civil services examination? Can you answer the question on the screen? And നിങ്ങളുടെ സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും. വാട്ട് ഈസ് യുവർ പ്രസന്റ് സ്റ്റാറ്റസ് ഓഫ് സിവിൽ സർവീസസ് പ്രിപ്പറേഷൻ? ഒന്നാമത്തെ ഓപ്ഷൻ, ഐ എം എ ബിഗിനർ. രണ്ടാമത്തെ, ഐ ഹാവ് ആൾറെഡി സ്റ്റാർട്ടഡ് പ്രിപ്പറേഷൻ ബട്ട് ഡിഡ് നോട്ട് ക്വാളിഫൈ ദ പ്രിലിംസ് സോ ഫാർ. ആൻഡ് തേർഡ് ഓപ്ഷൻ, ഐ ഹാവ് ആൾറെഡി ക്വാളിഫൈഡ് ദ പ്രിലിംസ് ആൻഡ് ഐ ഹാവ് ആൾറെഡി ക്വാളിഫൈഡ് ദ മെയിൻസ്. എത്രയും പെട്ടെന്ന് 60% സ്റ്റുഡൻസ് ആൻസർ ചെയ്തിട്ടുണ്ട്. ബാക്കി വളരെ കുറഞ്ഞ സ്റ്റുഡൻസ് കൂടി ആൻസർ ചെയ്യാൻ ബാക്കിയുള്ളൂ. അവർ പെട്ടെന്ന് ഒരു 15 സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചാറ്റ് ഓപ്ഷനിൽ നാദിർ ചാറ്റ് ഓപ്ഷനിൽ പറയുന്നതിന് പകരം നമ്മുടെ സ്ക്രീനിൽ ഒരു പോൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ പോൾ കാണുന്നുണ്ടെങ്കിൽ പോളിൽ ആൻസർ ചെയ്യാം. ഓക്കെ, ഏകദേശം 86% സ്റ്റുഡൻസും ആൻസർ തന്നിട്ടുള്ളത് ഐ ആം എ ബിഗിനർ, ഞാൻ സിവിൽ സർവീസിന്റെ പ്രിപ്പറേഷൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് 14% പേരാണ് പറഞ്ഞത് ഐ ഹാവ് ആൾറെഡി സ്റ്റാർട്ടഡ് ദ പ്രിപ്പറേഷൻ ബട്ട് ഡിഡ് നോട്ട് ക്വാളിഫൈ ദ പ്രിലിംസ് എക്സാമിനേഷൻ സോ ഫാർ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ആരും പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത ആരും ഈ ക്ലാസ്സിൽ ഇരിക്കുന്നില്ല. എല്ലാവരും 2027 നിങ്ങൾ ഏത് വർഷത്തേക്കാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ചാറ്റ് ഓപ്ഷനിൽ പറയോ. 2027 ആണോ, 28 ആണോ, 29 ആണോ, ഏത് വർഷം പ്രിലിംസ് അപ്പിയർ ചെയ്യാനാണ് പ്ലാന്? ഞാൻ അതിനനുസരിച്ച് 2032. ഓക്കെ നാദിർ. ബാക്കിയുള്ളവർ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. നമ്മൾ ക്ലാസ് ആവുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഓൺലൈൻ ക്ലാസ് ആവുമ്പോൾ എല്ലാവരും ഒരു ഡള്ളായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് ക്ലാസ്സിന്റെ എനർജി കുറക്കും. ആൻഡ് അഞ്ജു 2027 or 28, മേഘ 2028, അക്ഷയ് 2028. ഇനി ബാക്കി പറയാത്ത ആളുകൾ ആൻഡ് ഫിസ ആൻഡ് ഒപ്പോ, സെബിൻ ആൻഡ് സ്വാതി ആൻഡ് ഇവരൊക്കെ ഒന്ന് ആൻസർ പറഞ്ഞ് നമുക്ക് ക്ലാസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഫിസ 2027. ഇനി ബാക്കിയുള്ളവർ ഓക്കെ, സെബിൻ 2027 or 2028. അപ്പൊ നിങ്ങളൊരു ഒരുവിധം ആളുകളൊക്കെ 2027 അടുത്ത് ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷത്തേക്ക് ടാർഗറ്റ് ചെയ്ത് പഠിക്കുന്നവരാണ്. ആൻഡ് ആ ഒരാൾ മാത്രമാണ് 2032, നാദിർ മാത്രമാണ് 2032 ഒരു ലോങ് ടേം പ്ലാനുമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. It might be because of your situation. Somebody might be a student and somebody might be working. And based on your comfort and convenience, you might have done the target. I'm not suggesting you should appear in 2027 itself or 2028 itself. Obviously, there are multiple things. We should first qualify and we should have a graduation with us. And age-wise item, we should be qualified for the civil services examination. നിങ്ങൾ ഏത് വർഷം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഹൗ ടു മേക്ക് അവർ പ്രിപ്പറേഷൻ സയന്റിഫിക്. നമ്മൾ ഒരിക്കലും പ്രിപ്പയർ ചെയ്യുന്നത് സിവിൽ സർവീസസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആവരുത്. അവർ പ്രിപ്പറേഷൻ ഷുഡ് ബി ടു അച്ചീവ് ഇറ്റ്. നമുക്കറിയാം ഒരുപാട് ആളുകൾ പിന്നെ ഇന്ത്യയിൽ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പ്രിലിംസിന് ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 10 ലക്ഷത്തിന്റെ അടുത്ത് ആളുകൾ പ്രിലിംസിന് അപ്ലിക്കേഷൻ കൊടുക്കും. ഈ 10 ലക്ഷത്തിൽ എക്സാം ഹാളിൽ പോയവർക്ക് അറിയാം, നേരത്തെ പ്രിലിംസ് അപ്പിയർ ചെയ്ത ആളുകൾക്ക് അറിയാം, ഒരു എക്സാമിന്റെ ഒരു റൂമിൽ കയറിയാൽ ഏകദേശം 50% സീറ്റ്സും എംപ്റ്റി ആയിരിക്കും. കാരണം 50% ആളുകൾ അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. കാരണം അവരൊരു എന്റർടൈൻമെന്റിന് വേണ്ടി എക്സാം അപ്ലിക്കേഷൻ കൊടുത്തു എന്നാൽ അറ്റൻഡ് ചെയ്യാൻ വരുന്നില്ല. അപ്പോൾ 5 ലക്ഷം ആളുകളാണ് അപ്പിയർ ചെയ്യുന്ന എക്സാമിന്. ഈ അപ്പിയർ ചെയ്യുന്ന 5 ലക്ഷത്തിൽ തന്നെ
ഏകദേശം 1,00,000-അടുത്ത ആളുകൾ മാത്രമേ സീരിയസ്ലി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുള്ളൂ. അത് മേ ബി വിത്ത് കോച്ചിങ് ഓർ വിത്തൗട്ട് കോച്ചിങ്. ആ സീരിയസ് പ്രിപ്പറേഷൻ എന്താണ് എന്ന് ഇന്നത്തെ സെഷനിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ആ സീരിയസ് പ്രിപ്പറേഷൻ നടത്തുന്ന 1,00,000 ആളുകൾക്കിടയിലാണ് കോമ്പറ്റീഷൻ. ഇതിൽ ഏകദേശം 1000 വേക്കൻസി ഉണ്ടെങ്കിൽ ഈ 1,00,000-ൽ നിന്നും 15,000 to 16,000 ആളുകളാണ് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുക. UPSC-യുടെ മാനുവൽ അനുസരിച്ച് 12 to 16 ടൈംസ്, 12 മുതൽ 16 ഇരട്ടി വരെ വേക്കൻസിയുടെ 1000 വേക്കൻസി ഉണ്ടെങ്കിൽ മിനിമം 12,000 പേര് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യും, അപ് ടു 16,000 16,000 പേര് വരെ. അത് നോർമലി ഒരു 14,000 to 15,000 ഇടക്കാണ് എല്ലാ വർഷവും പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾ. ഞാൻ പറഞ്ഞു 1,00,000 ആളുകൾ സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്നതിൽ 85,000 പേര് ഔട്ടാണ്. ബാക്കി 15,000 പേർക്കാണ് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഈ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത 15,000 ആളുകളിൽ നിന്നും മെയിൻസിന് ശേഷം, മെയിൻസിന്റെ നമ്മൾ 1750 ടോട്ടൽ മാർക്കിൽ കട്ട് ഓഫ് വന്ന് ഫൈനലി ഇന്റർവ്യൂ കോൾ കിട്ടുന്ന ആളുകൾ 2,000 to 3,000 ആണ്. ഫ്രം 2 times to 3x. ആൻഡ് വേക്കൻസിയുടെ 1000 വേക്കൻസി ഉണ്ടെങ്കിൽ 2,000 മുതൽ 3,000 ആളുകളെ വരെയാണ് UPSC ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. ഈ ഇന്റർവ്യൂവിന് വിളിച്ചതിന് ശേഷം ഫൈനൽ മെയിൻസിന്റെയും ഇന്റർവ്യൂയുടെയും മാർക്ക് കൂട്ടിയിട്ട് 2025 നമ്മുടെ ടോട്ടൽ കട്ട് ഓഫ് വരുമ്പോൾ ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾ എത്ര വേക്കൻസിയാണുള്ളത്? 950 ആണെങ്കിൽ അത്ര, 1050 ആണെങ്കിൽ അത്ര, എത്ര വേക്കൻസിയാണ് അത്രയും ആളുകൾ ക്വാളിഫൈ ചെയ്യും. അപ്പൊ ഇതാണ് സിവിൽ സർവീസിന്റെ ഒരു നാച്ചർ. അപ്പൊ ഇതില് you should never prepare thinking that I want to be one among the aspirants. You should prepare keeping in mind I want to qualify in 2027-28, whichever year you are going to appear the examination. I want to qualify the prelims, mains and interview, and I should be in the rank list in the year I am preparing. അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് മാനസിക അവസ്ഥ. അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാം, അല്ലെങ്കിൽ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് അതിൻ്റെ അടുത്ത വർഷം മെയിൻസ് ക്വാളിഫൈ ചെയ്യാം എന്നൊരു മൈൻഡ് സെറ്റോടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർ പ്രിപ്പറേഷൻ വിൽ ബി അറ്റ് എ ലോ ലെവൽ. നമ്മുടെ പ്രിപ്പറേഷൻ, ഇപ്പോൾ ഞാൻ ഡൽഹിയിൽ പഠിച്ചാണ്. ഡൽഹിക്ക് അങ്ങനെ മാജിക് ഒന്നുമില്ല. ഡൽഹിയിൽ പോയി പഠിച്ചവരൊക്കെ ക്വാളിഫൈ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു മാജിക് ഒന്നുമില്ല. പക്ഷെ ഞാൻ അവിടെ കണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഡൽഹിയിൽ എനിക്ക് തോന്നിയിട്ടില്ല കോച്ചിങ് സെന്ററിന്റെ ഹൈ പെർഫെക്റ്റ് ക്ലാസ്സുകൾ കൊണ്ടാണ്, അതല്ലെങ്കിൽ ഭയങ്കര ഹൈ ഫാക്കൽറ്റീസിന്റെ അല്ലെങ്കിൽ ഹൈ അറ്റ്മോസ്ഫിയർ കൊണ്ടാണ്, അവിടുത്തെ ഹൈ കണ്ടന്റ് ക്വാളിറ്റി കൊണ്ടാണ് സിവിൽ സർവീസിന് സ്റ്റുഡൻസ് ക്വാളിഫൈ ചെയ്യുന്നുള്ളത്. ബട്ട് ദർ ഈസ് വൺ സ്പെഷ്യാലിറ്റി. അതെന്താന്ന് ചോദിച്ചാൽ, അവിടെ വരുന്ന ആളുകൾ നാടും വീടൊക്കെ വിട്ടു വരുമ്പോൾ സീരിയസ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്നുണ്ട്. ആ ഇരുന്ന് പഠിക്കുന്ന ഡൽഹി പോവാതെ കേരളത്തിലിരുന്ന് പഠിച്ചാലും നമ്മുടെ വീട്ടിലിരുന്ന് പഠിച്ചാലും ജോബിന്റെ കൂടെ ഇരുന്ന് പഠിച്ചാലും ആ സീരിയസ് പ്രിപ്പറേഷൻ, കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ എല്ലാവരും പഠിക്കുകയാണ്. ആ സമയത്ത് അവിടെ പഠിക്കാത്ത ഒരാളും അതിനകത്ത് പോയാൽ പഠിച്ചു പോകുന്നൊരു സാഹചര്യം, അത് നമുക്ക് സ്വയം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ സിറ്റിംഗ് എനിവോ ഇൻ ദ വേൾഡ് യു ക്യാൻ ക്വാളിഫൈ ദ സിവിൽ സർവീസസ് എക്സാമിനേഷൻ. അപ്പൊ നമുക്ക് ഏതായാലും എല്ലാവരും ബിഗിനേഴ്സ് ആയതുകൊണ്ട് പല ആളുകൾക്കും പല ലെവൽ ഓഫ് നോളജ് ആയിരിക്കും സിവിൽ സർവീസിനെ കുറിച്ച്. ഞാൻ ഒരു ബേസിക് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോവാം. ഒന്നാമത്തേത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ എക്സാമിന് 3 സ്റ്റേജ് ആണുള്ളത്: പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ടൈപ്പ് ഇൻ ദ ചാറ്റ് ഓപ്ഷൻ ആൻഡ് വി ക്യാൻ ഹാവ് എ ഡിസ്കഷൻ, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഇൻ ദ എൻഡ് ഓഫ് ദ സെഷൻ. അപ്പൊ പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പ്രിലിംസിന് 2 പേപ്പറാണുള്ളത്. ഈ 2 പേപ്പറിൽ ഒന്നാമത്തേത് ജനറൽ സ്റ്റഡീസ് പേപ്പർ. ഈ ജനറൽ സ്റ്റഡീസ് പേപ്പറിന്റെ അകത്ത് 7 സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. GS1 പഠിക്കാനുള്ള 7 സബ്ജക്റ്റ്: ഇന്ത്യൻ പൊളിറ്റി, ഇന്ത്യൻ എക്കണോമി, ജോഗ്രഫി, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവിറോൺമെന്റ്, ഹിസ്റ്ററി ആൻഡ് കറന്റ് അഫയേഴ്സ്. ഈ 7 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. എങ്ങനെ പഠിക്കണം, അതിന്റെ പഠിക്കേണ്ട രീതി എങ്ങനെ, ഐ വിൽ ഡിസ്കസ് ഇൻ ദ കമ്മിങ് ടൈം ഓഫ് ദ ടുഡേസ് വെബിനാർ ഇറ്റ്സെൽഫ്. രണ്ടാമത്തെ പേപ്പർ CSAT അല്ലെങ്കിൽ GS2. CSAT ഇസ് എ ക്വാളിഫയർ പേപ്പർ. നിങ്ങൾക്ക് 200 മാർക്കുള്ള CSATന്റെ പേപ്പറിൽ ഇഫ് യു ആർ ഗെറ്റിംഗ് 66 ഔട്ട് ഓഫ് 200 യു വിൽ ക്വാളിഫൈ ദ CSAT ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് മസ്റ്റ് ആണ്. CSATൽ നിങ്ങൾക്ക് 190 കിട്ടിയാലും 67 കിട്ടിയാലും യു ആർ സെയിം, യു ഹാവ് ക്വാളിഫൈഡ് ദ പേപ്പർ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി കൗണ്ടഡ് ഇൻ ദ ഫൈനൽ കട്ട് ഓഫ് ഓർ ദി മെറിറ്റ് ഓഫ് ക്വാളിഫൈങ് ദ പ്രിലിംസ് എക്സാമിനേഷൻ. അപ്പൊ ആദ്യം CSATൽ നമുക്ക് 66 മാർക്ക് കിട്ടണം.
ഈ സി സാറ്റിൽ 66 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ GS പേപ്പറിലാണ് കോമ്പറ്റീഷൻ. ഇനി ഒരാൾക്ക് GS പേപ്പറിൽ 180 മാർക്ക് കിട്ടി 200-ൽ, പക്ഷെ സി സാറ്റിൽ 65 മാർക്കാണെങ്കിൽ ഹീസ് ഡിസ്ക്വാളിഫൈഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ GS പേപ്പറിലാണ് പിന്നെ കോമ്പറ്റീഷൻ. GS പേപ്പറിലും 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 200 മാർക്സ് ആണ് നമുക്കുള്ളത്. ഈ 200 മാർക്കിൽ GS പേപ്പറിന് ഫിക്സ്ഡ് ആയ ഒരു മാർക്ക് ഇല്ല. ഇത്ര മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ക്വാളിഫൈ എന്ന് പറയാൻ പറ്റില്ല. ദർ ഇസ് എ കട്ട് ഓഫ്. ഈ കട്ട് ഓഫ് ഓരോ വർഷവും ഡിഫറെൻ്റ് ആയിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവുകയാണെങ്കിൽ കട്ട് ഓഫ് കുറയും. വാക്കൻസീസ് കൂടുകയാണെങ്കിൽ കട്ട് ഓഫ് കുറയും, കാരണം കൂടുതൽ പേരെ സെലക്ട് ചെയ്യും പ്രിലിംസിൽ. വാക്കൻസീസ് കുറഞ്ഞാൽ കട്ട് ഓഫ് കൂടും. ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയാൽ കട്ട് ഓഫ് കൂടും. അപ്പൊ ഇതുകൊണ്ട് തന്നെ GS പേപ്പറിലാണ് യഥാർത്ഥ കോമ്പറ്റീഷൻ കിടക്കുന്നത്. എന്നാൽ GS പേപ്പറിൽ നോർമലി ഇപ്പൊ 2025 GS പേപ്പർ എടുക്കുകയാണെങ്കിൽ 92.6 ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് മാർക്ക്. എന്ന് വെച്ചാൽ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ്. OBC ആവുമ്പോൾ EWSO SC ST ഒക്കെ ഇതിന് താഴെ ആയിരിക്കും കട്ട് ഓഫ്. എന്ന് വെച്ചാൽ 200 മാർക്കിൽ GS പേപ്പറിൽ 92.6 മാർക്കിന് മുകളിലും CSAT-ൽ 200-ൽ 66 മാർക്കിന് മുകളിലും കിട്ടിയ ആളുകളൊക്കെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ എക്സാം സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. ഐ അഗ്രി വിത്ത് ദാറ്റ്. ആൻഡ് ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാമിനേഷൻ ആണ്, മേ ബി റൈറ്റ്. ആൻഡ് ഒരുപാട് വൈഡായ സിലബസ് ഉണ്ട്, വാസ്റ്റായ സിലബസ് ഉണ്ട്, ഇതെല്ലാം ശരിയാണ്. എന്നാലും ഒരു എക്സാമിന് എത്രമാത്രം വൈഡായ സിലബസ് ഉണ്ടെങ്കിലും നമ്മൾ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ, ദിവസം ഒരു 5-6 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ട് കൃത്യമായൊരു സിലബസ് UPSC തരുന്നുണ്ട്. നിങ്ങൾ പഠിക്കേണ്ടത് ഇന്ത്യൻ പൊളിറ്റി, ഇന്ത്യൻ എക്കണോമി, ജോഗ്രഫി, ഒരുപാട് റിസർച്ച് നടത്തിയിട്ട് മാർക്കറ്റിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നിങ്ങൾക്ക് ജിയോയുടെ IAS പോലെ കോച്ചിങ് സെന്ററുകളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ, സപ്പോർട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായൊരു സിലബസ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച് ആവുന്നത്, ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെ ഇമ്പ്രൂവ് ആവുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്ന് എത്രമാത്രം ക്വസ്റ്റ്യൻസ് വരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ, സിലബസ് വൈഡ് ആണെങ്കിലും, നിങ്ങൾക്കൊരു എക്സാമിൽ പഠിച്ചിട്ട് 2 പേപ്പർ ഉണ്ട്. ഒരു പേപ്പറിൽ 200-ൽ 93 മാർക്ക് കിട്ടണം, മറ്റൊരു പേപ്പറിൽ 200-ൽ 66 മാർക്ക് കിട്ടണം. ഇത് പോസിബിൾ ആണോ അല്ലേ? ക്യാൻ യു ആൻസർ ഇൻ ദ ചാറ്റ് ഓപ്ഷൻ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര ടഫായ എക്സാം ആണെങ്കിലും ക്യാൻ യു ടെൽ മീ, ഈസ് ഇറ്റ് പോസിബിൾ ഓർ നോട്ട്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്ര മാർക്ക് കിട്ടുക, 200-ൽ 93 മാർക്ക് ഒരു പേപ്പറിൽ, മറ്റൊരു പേപ്പറിൽ 66 മാർക്കും കിട്ടിയാൽ നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യും. അത് ഈസ് ഇറ്റ് പ്രാക്ടിക്കലി പോസിബിൾ ഓർ നോട്ട്? ഇമ്പോസിബിൾ ആയ ടാസ്ക് ആണോ, പോസിബിൾ ആണോ? ഫിസ ടെൽസ് യെസ് ഇറ്റ് ഈസ് പോസിബിൾ. ബാക്കിയുള്ള എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. സാഹിദ പോസിബിൾ, യെസ്. ആൻഡ് സെബിൻ പോസിബിൾ, ആൻഡ് നാദിർ പോസിബിൾ, അക്ഷയ് യെസ് പോസിബിൾ, സ്വാതി യെസ് പോസിബിൾ, മുഹമ്മദ് സ്വാലി CM യെസ് പോസിബിൾ, അഞ്ജു യെസ്, ആൻഡ് മേഘ യെസ് പോസിബിൾ. എല്ലാവർക്കും തോന്നുന്നുണ്ട് പോസിബിൾ ആണ്. ബട്ട് ദർ ഇസ് എ കണ്ടീഷൻ. ആ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അവർ പ്രിപ്പറേഷൻ ഷുഡ് ബി സ്ട്രാറ്റജിക് ആൻഡ് സയന്റിഫിക്. കാരണം ഇതിൽ പോസിബിൾ ആണ് എന്ന് ശരിയാണ്, പക്ഷെ കോമ്പറ്റീഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മിനിമം 1,00,000 ആളുകളെങ്കിലും ഉണ്ടാവും. അവരിലും 85,000 ആളുകൾ പ്രിലിംസിൽ ഔട്ടാവും. അതുകൊണ്ട് തന്നെ വി ഷുഡ് ഹാവ് എ പ്രോപ്പർ സ്ട്രാറ്റജി ആൻഡ് സയന്റിഫിക് വേ ഓഫ് പ്രിപ്പറേഷൻ. അതെന്താണ് എന്നുള്ളത് ഐ വിൽ ടെൽ യു ഇൻ ദ അപ്കമിങ് പാർട്ട് ഓഫ് ദ സെഷൻ. ഇതാണ് പ്രിലിംസിന്റെ അവസ്ഥ. ഇനി അടുത്തത് മെയിൻസ് എക്സാം. മെയിൻസിലാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 9 പേപ്പേഴ്സ് ഉണ്ട്, 9 പേപ്പറുകളുണ്ട് മെയിൻസിൽ. ഈ 9 പേപ്പറിൽ 2 പേപ്പർ ക്വാളിഫയർ പേപ്പറാണ്. ഒന്നാമത്തേത് ജനറൽ ഇംഗ്ലീഷ് പേപ്പർ, അതുപോലെ തന്നെ ജനറൽ ഇന്ത്യൻ ലാംഗ്വേജ്, നമുക്ക് ജനറൽ മലയാളം എന്ന് പറയാം. ജനറൽ മലയാളം പേപ്പർ അല്ലെങ്കിൽ ജനറൽ ഇംഗ്ലീഷ് പേപ്പർ. ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി എടുക്കാം, ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജ് ആണ് എടുക്കേണ്ടത്. നമുക്ക് മലയാളം വെച്ച് ഡിസ്കസ് ചെയ്യാം. ഈ 2 പേപ്പർ ക്വാളിഫയർ പേപ്പറാണ്. ഇത് കഴിഞ്ഞാൽ ഒരു essay പേപ്പർ ഉണ്ട്. ഇത് ക്വാളിഫയർ പേപ്പർ അല്ല, ഇത് കട്ട് ഓഫിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന, മെറിറ്റിൽ കൗണ്ട് ചെയ്യുന്ന പേപ്പറാണ്. essay ഉണ്ട്. അതുപോലെ തന്നെ 4 GS പേപ്പറുകളുണ്ട്, essay പ്ലസ് 4 GS പേപ്പറുകളുണ്ട്, GS 1 to GS 4, പിന്നെ 2 ഓപ്ഷണൽ സബ്ജക്റ്റ് പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ ടോട്ടൽ 7 പേപ്പേഴ്സ്. ഈ 7 പേപ്പറുകൾക്കും
250 ഓരോ പേപ്പറിന്റെയും മാർക്ക്. അപ്പൊ 7 മൾട്ടിപ്ലൈഡ് ബൈ 250 1750 ഈ മെയിൻസിന്റെ മെറിറ്റ് പേപ്പർ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് പേപ്പേഴ്സിന്റെ ടോട്ടൽ മാർക്ക് 1750. എസ് 4 GS പേപ്പർ ആൻഡ് ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ പേപ്പർ 1, ഓപ്ഷണൽ പേപ്പർ 2, സോറി, 4 GS പേപ്പർ, എസ്, ഓപ്ഷണൽ പേപ്പർ 1, ഓപ്ഷണൽ പേപ്പർ 2, 7 പേപ്പേഴ്സ്. 7 പേപ്പറിനും 250 മാർക്ക്. 7 മൾട്ടിപ്ലൈഡ് ബൈ 250 1750. ഈ ഒരു ജനറൽ ഇംഗ്ലീഷ് പേപ്പറും ജനറൽ മലയാളം, ജനറൽ ഇന്ത്യൻ ലാംഗ്വേജ് പേപ്പറും 300 മാർക്കിലാണ് ഈ പേപ്പർ ഉണ്ടാവുക. ഈ 300 മാർക്കിൽ 75 മാർക്ക് കിട്ടിയാൽ യു ക്വാളിഫൈഡ് ഇറ്റ്. ഇഫ് യു ആർ ഏബിൾ ടു സെക്യൂർ 75 മാർക്സ് ഔട്ട് ഓഫ് 300 ഇൻ ജനറൽ ഇംഗ്ലീഷ് ആൻഡ് ഇന്ത്യൻ ലാംഗ്വേജ്. ഒരു 10ാം ക്ലാസ് ലെവല് UPSC നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് 10 സ്റ്റാൻഡേർഡ് ലെവൽ ഇംഗ്ലീഷും 10 സ്റ്റാൻഡേർഡ് ലെവൽ ഇന്ത്യൻ ലാംഗ്വേജ് ഉണ്ടാവുക. എല്ലാവർക്കും ഈസി ആയിട്ട് 75 മാർക്ക് 300, 25%, 75 മാർക്ക് 300 സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്, 2 പേപ്പേഴ്സാണ്. പിന്നെ ഈ 1750, ഈ 1750 നമ്മൾ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ വി ക്യാൻ ഗോ ഡയറക്ട്ലി ടു ദ വെബ്സൈറ്റ് ഓഫ് ദ UPSC ആൻഡ് സീ ദ കട്ട് ഓഫ്. സോറി, നമുക്ക് ഡയറക്റ്റ് UPSCയുടെ വെബ്സൈറ്റിൽ പോയിട്ട്, സോറി, എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലേ? UPSCയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇഫ് യു ഗോ ടു ദ എക്സാമിനേഷൻ, ദിസ് ഇസ് upsc.gov.in, ഇതിൽ എക്സാമിനേഷനിൽ കട്ട് ഓഫ് മാർക്സ്, ഈ കട്ട് ഓഫ് മാർക്സിൽ ആൻഡ് സിവിൽ സർവീസസ് എക്സാമിനേഷൻ 2025 എന്നീ കട്ട് ഓഫിന്റെ ഫയൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ജനറൽ കാറ്റഗറി സിവിൽ സർവീസ് പ്രിലിംസ് എക്സാമിൽ ജനറൽ കാറ്റഗറിയിൽ കട്ട് ഓഫ് വന്ന് 92.66 പ്രിലിംസ് എക്സാമിന്. EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അവരുടെ കട്ട് ഓഫ് എന്നുള്ളത് 89.34, OBCയുടെ കട്ട് ഓഫ് 92, ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ കട്ട് ഓഫ് 84, ഷെഡ്യൂൾഡ് ട്രൈബിന്റെ കട്ട് ഓഫ് 82.66. പിന്നെ ഇത് ഫിസിക്കലി ചലഞ്ചഡ് ആയ ഡിഫറെന്റ് കാറ്റഗറീസിന്റെ കട്ട് ഓഫ് ആണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് പ്രിലിംസിന്റെ കട്ട് ഓഫ്. ഇനി മെയിൻസിന്റെ ടോട്ടൽ മാർക്സ് എത്രയാണ്? 1750. ഈ 1750 മെയിൻസിന്റെ കട്ട് ഓഫ് 739 ഔട്ട് ഓഫ് ഹൗ മച്ച്? 739. 1750 മാർക്കിൽ 739 മാർക്ക് കിട്ടിയ, അതിന് മുകളിൽ കിട്ടിയ എല്ലാവർക്കും ഇന്റർവ്യൂ കോൾ കിട്ടിയിട്ടുണ്ട്. ഈവൻ 50% പോലും ഇല്ല, അല്ലേ? 1750ന്റെ 50% എത്ര? 1750ന്റെ 50% 875 മാർക്ക് വേണം. 50% താഴെയാണ് കട്ട് ഓഫ് മെയിൻസിന്റെ വന്നിട്ടുള്ളത്. അതുപോലെ EWS ആണെങ്കിൽ 706, OBC ആണെങ്കിൽ 717, ഷെഡ്യൂൾഡ് കാസ്റ്റ് 700, ഷെഡ്യൂൾഡ് ട്രൈബ്സ് 694. പിന്നെ ഇത് ഫിസിക്കലി ഡിസേബിൾഡ് ആയ ആളുകളുടെ വ്യത്യസ്ത കാറ്റഗറി. ഇനി ഫൈനൽ IAS ആയ അല്ലെങ്കിൽ സിവിൽ സർവീസ് കിട്ടിയ ആളുകളുടെ മാർക്ക് എത്രയാണ്? 1750 പ്ലസ് ഇന്റർവ്യൂവിന്റെ 275, 2025 ടോട്ടൽ മാർക്ക്. 1750 മെയിൻസിന്റെ മാർക്ക്, 275 ഇന്റർവ്യൂവിന്റെ മാർക്ക്. ഇന്റർവ്യൂ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് മെയിൻസിന്റെ ടോട്ടൽ മാർക്കിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഫൈനൽ ഒരു കട്ട് ഓഫ് ആണ് UPSC പറയുന്നത്. ആ ഫൈനൽ കട്ട് ഓഫ് എന്നാൽ ഈ 2025 963 മാർക്കിന്റെ മുകളിൽ കിട്ടിയ എല്ലാവരും, അത് ആ മാർക്ക് അതിന്റെ മുകളിൽ കിട്ടിയ എല്ലാവരും, എല്ലാ ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിനും സിവിൽ സർവീസ് കിട്ടിയിട്ടുണ്ട്. IAS ആവട്ടെ, ഇൻഫർമേഷൻ സർവീസ് ആവട്ടെ, IRS ആവട്ടെ, ഏതാണെങ്കിലും 22 സർവീസുകൾപ്പെട്ട ഒരു സർവീസ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് EWS ആണെങ്കിൽ 926 മാർക്ക്, എത്ര ഔട്ട് ഓഫ് 2025. ആൻഡ് OBC ആണെങ്കിൽ 931 ഔട്ട് ഓഫ് 2025. ഷെഡ്യൂൾഡ് കാസ്റ്റ് 905, ഷെഡ്യൂൾഡ് ട്രൈബ് 902 ഔട്ട് ഓഫ് ഹൗ മച്ച്? ഔട്ട് ഓഫ് 2025. ഞാൻ പറഞ്ഞു വന്നത്, ഇനി നിങ്ങൾ ഒന്നും കൂടി പറയൂ. 2025 മാർക്കിൽ 963 മാർക്ക് കിട്ടുക, 1750 739 മാർക്ക് കിട്ടുക, അതും നമുക്കൊരു റിട്ടൺ എക്സാമിൽ ഇത്ര മാർക്ക് കിട്ടുക എന്നുള്ളത് ഈസ് ഇറ്റ് പ്രാക്ടിക്കലി പോസിബിൾ? യെസ് ഓർ നോ? വൺസ് അഗെയിൻ, ഇതും പോസിബിൾ അല്ലേ?
ആദ്യം നമുക്ക് വേണ്ടത് ഈ എക്സാമിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആദ്യം വേണ്ടത് വി ഷുഡ് ഹാവ് ദ കോൺഫിഡൻസ് ഇൻ ദ എക്സാം. ഐ ക്യാൻ ഡു ദാറ്റ്, ഐ എം ട്രൈങ് ടു ബിൽഡ് ഇറ്റ്. ആൻഡ് അക്ഷയ് പറയുന്നു യെസ്, നാദിർ പറയുന്നു യെസ്. എവരിബഡി പ്ലീസ് ടൈപ്പ്. ആൻഡ് ബിഫോർ ഫിനിഷിംഗ് ദ ക്ലാസ് ഐ വാണ്ട് ടു മെമ്മറൈസ് യുവർ നെയിംസ്. അഞ്ജു യെസ്. നമ്മൾ ആൻസർ ചെയ്യുമ്പോഴാണ് നമ്മളെ കണക്ഷൻ വരിക. ആൻഡ് സ്വാതി യെസ്. ഓക്കെ, മേഘ യെസ്, വിവോ ആൻഡ് യെസ്, ആൻഡ് സെബിൻ യെസ്, and Monisha, Tommy, yes. And Sahida, I can do that, yes. Muhammad Salih, CM, yes. And Sahida, yes. ഓക്കെ, ഞാൻ ഈ ആൻസർ ചെയ്യാൻ പറയുന്നത് എല്ലാവരും അതിന് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. യു ആർ ഡൂയിങ് വെൽ ഇൻ ദ റെസ്പോൺസ്. രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന്, നമുക്ക് ക്ലാസ്സിൽ ഞാനൊരു വൺ സൈഡഡ് പ്രസന്റേഷൻ ആയിട്ട് പോകുന്നതിലേറെ വി ക്യാൻ മേക്ക് ഇറ്റ് എ ഇന്ററാക്റ്റീവ് സെഷൻ. രണ്ടാമത്തേത്, ഐ ക്യാൻ ബി ഫെമിലിയർ വിത്ത് യു. ഇനി നാളെ നിങ്ങൾ ഞാൻ ജിയോയുടെ IASലെ സാഹിദയാണ് അല്ലെങ്കിൽ മുഹമ്മദ് സ്വാലിഹാണെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വി വിൽ ഹാവ് എ, ഓർ മോനിഷ ടോമി ആണെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ, ആൻഡ് ഇഫ് യു ആർ കോളിംഗ് മീ വി വിൽ ഹാവ് എ കണക്ഷൻ. അപ്പോൾ ആ കണക്ഷന് വേണ്ടി നമുക്കൊരു ഫെമിലിയാരിറ്റിക്കും കൂടി വേണ്ടിയാണ്. നമ്മുടെ അൺഫെമിലിയർ ആയ ആളെ ഗൈഡ് ചെയ്യുന്നതും ഫെമിലിയർ ആയ ഒരാളെ ഗൈഡ് ചെയ്യുന്നതും ദർ ഇസ് സൈക്കോളജിക്കൽ ഡിഫറൻസ് ഇൻ ദാറ്റ്. ആ ഒരു ഡിഫറൻസിന് വേണ്ടി ആൻഡ് ടു ബി ഫെമിലിയർ ഈച്ച് അതർ. ഐ ഡിഡ് നോട്ട് ടെൽ യു മൈ നെയിം. ഐ എം ഡോക്ടർ സാജിദ് പുത്തൻ. ആൻഡ് എൻ്റെ പേര് ഡോക്ടർ സാജിദ് എന്നാണ്. ഞാൻ പാലക്കാട് ജില്ലയിലെ തൃത്താലക്കടുത്തുള്ള കൂടല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ 2008 എൻ്റെ ഗ്രാജുവേഷന് ശേഷം ആൻഡ് സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഞാൻ തിരുവനന്തപുരത്തൊരു ഗവൺമെൻറ് ഫ്രീ കോച്ചിങ് സെൻറ്ററിൽ പ്രിപ്പറേഷൻ നടത്തി 1 വർഷം. അത് കാര്യമായിട്ട് എഫക്റ്റീവ് ആയിരുന്നില്ല. പിന്നെ ഞാൻ ഡൽഹിയിലേക്ക് പോയി. ഡൽഹിയിൽ ഞാൻ ജാമിയ മില്ലിയയിൽ PGയും PhDയും ചെയ്തു. ആ PG ചെയ്യുന്ന സമയത്ത് ഡൽഹിയിൽ തന്നെ കോച്ചിങ് എടുത്തു. സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തു. എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ 2008 പ്രിപ്പറേഷൻ തുടങ്ങി. 2009 ഞാൻ ആദ്യത്തെ പ്രിലിംസ് അപ്പിയർ ചെയ്തു. എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. GS എനിക്ക് കിട്ടിയതാകെ 15 മാർക്കാണ് കിട്ടിയത്. 2010 വീണ്ടും ഞാൻ പ്രിലിംസ് അപ്പിയർ ചെയ്തു. 2010 പ്രിലിംസും ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിന്, കട്ട് ഓഫിൽ നിന്നും ചെറിയ മാർക്കിന് വ്യത്യാസം എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് മൂന്നാമത്തെ അറ്റംപ്റ്റ് 2011 ഞാൻ മൂന്നാമത്തെ അറ്റംപ്റ്റ് കൊടുത്തു. ഈ മൂന്നാമത്തെ അറ്റംപ്റ്റിൽ ആ സമയത്ത് സിലബസ് ഒക്കെ ചേഞ്ചായി. CSAT വന്നു. CSATും GSും അങ്ങനെ 2 പേപ്പറായി മാറി. അതിന് മുമ്പ് GSും ഓപ്ഷണൽ സബ്ജക്റ്റും ആയിരുന്നു 2009 2010 സ്ട്രക്ചർ. അത് മാറ്റി CSAT പേപ്പർ വന്നു, GS പേപ്പറുമായി. ആ വർഷം ആദ്യമായിട്ട് ഞാൻ സിവിൽ സർവീസിന്റെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു. ആൻഡ് എനിക്ക് അപ്പോഴും കട്ട് ഓഫ് മാർക്കിന്റെ തൊട്ട് മുകളിൽ 2-3 മാർക്ക് മുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ GSൽ. 2011 പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു. ആ വർഷം മെയിൻസ് എഴുതി. ആ വർഷത്തെ മെയിൻസും ക്വാളിഫൈ ചെയ്തു. ആ വർഷം തന്നെ ഇന്റർവ്യൂവിന് പോയി. പക്ഷെ ഫൈനൽ ഇൻ ദ റാങ്ക് ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് ടോട്ടൽ കിട്ടിയത് 1023 മാർക്കായിരുന്നു. ആ വർഷത്തെ OBC, ഞാൻ OBC ആണ്. OBC കട്ട് ഓഫ് 1059 ആയിരുന്നു OBC കട്ട് ഓഫ്. അപ്പം അതാണ് എൻ്റെ സിവിൽ സർവീസസ് ജേണി. അതിൻ്റെ കൂടെ ഞാൻ UGC ആൻഡ് അതിന് ശേഷവും ഞാൻ എൻ്റെ അറ്റംപ്റ്റുകളെല്ലാം കംപ്ലീറ്റ് അറ്റംപ്റ്റ് ചെയ്തു. പക്ഷേ ഫുള്ളും ഫൈനൽ ലാസ്റ്റ് സ്റ്റേജ് വരെ ക്വാളിഫൈ ചെയ്യുന്നവരെ എത്താൻ ഒരു സ്റ്റേജിലും പറ്റിയിട്ടില്ല. അതിനുശേഷം കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാൻ ഡൽഹിയിലും ഹൈദരാബാദിലും ആസാമിലും കേരളത്തിലൊക്കെ സിവിൽ സർവീസ് മെൻറ്ററായി സ്റ്റുഡൻസിൻ്റെ ആൻഡ് ടീച്ചറായിട്ടും ഫാക്കൽറ്റി ആയിട്ടൊക്കെ വർക്ക് ചെയ്യാണ്. അതിൻ്റെ കൂടെ ഞാൻ UGC നെറ്റ് JRF ക്വാളിഫൈ ചെയ്തു ആൻഡ് PhD ചെയ്തു ജാമിയ മില്ലിയയിൽ തന്നെ. ജാമിയ മില്ലിയയിലെ ഇൻഡോ അറബ് കൾച്ചറൽ സെന്ററിൽ നിന്നും ഗൾഫ് സ്റ്റഡീസിൽ PhDയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ റിഗാർഡിംഗ് ദ ടീച്ചർ ഹു ഈസ് ഇന്ററാക്ടിങ് വിത്ത് യു ടുഡേ. അപ്പോൾ നമുക്ക് പറഞ്ഞു വന്നത്, അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ചും ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് ആയി. എനിക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ എല്ലാവരുടെയും പേരും ഒരു മിനിമം ജിയോയുടെ IASലെ സ്റ്റുഡൻ്റ് ആണെന്നുള്ളൊരു ഫെമിലിയാരിറ്റിയും ഉണ്ടാവുകയാണെങ്കിൽ our future communication will be more effective and more efficient. Coming to our discussion. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു വന്നത്. നമ്മുടെ പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, ഈ 3 സ്റ്റേജിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ട മാർക്ക് അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ വേണ്ട പ്രിപ്പറേഷൻ, അതിൻ്റെ ഒരു മെത്തേഡ് എന്താണെന്നാണ് ആദ്യത്തെ ഡിസ്കഷൻ. രണ്ടാമത്തേത്, ഡു യു നീഡ് ടു സ്റ്റഡി ഫോർ 10 to 15 hours in a day? ആർക്കൊക്കെ കോൺഫിഡൻസ് ഉണ്ട് 1 വർഷം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് എല്ലാ ദിവസവും 15 മണിക്കൂർ പഠിക്കാൻ പറ്റും എന്നെ കൊണ്ട് എന്ന് കോൺഫിഡൻസ് ഉള്ള ആളുകളൊക്കെ യെസ് പറയാ, അല്ലാത്തവരൊക്കെ നോ പറയാ. എന്നെ കൊണ്ട് അത് പറ്റൂല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. 15 മണിക്കൂർ ദിവസം ഇരുന്ന് പഠിക്കാം. 5 പറയുന്നു നോ, നോട്ട് പോസിബിൾ. മേഘ നോ.
ആൻഡ് സ്വാതി, നാദിർ എല്ലാവരും നോ ആണ്. അതുകൊണ്ട് തന്നെ നോട്ട് പോസിബിൾ. ഞാനും പഠിച്ചിട്ടില്ല. ആൻഡ് ഞാൻ പ്രിലിംസും മെയിൻസും ക്വാളിഫൈ ചെയ്ത് ഇന്റർവ്യൂ വരെ എത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു ദിവസം പോലും 10 മണിക്കൂറോ 15 മണിക്കൂറോ പഠിച്ചിട്ടില്ല. എൻ്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത് 6 hours ഇൻ എ ഡേ. 6 മണിക്കൂർ പഠിച്ചിട്ട് നമുക്ക് എങ്ങനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നതാണ് ആദ്യത്തെ ഒരു ഡിസ്കഷൻ. അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ 10ഉം 15ഉം, ചില ആളുകൾ കേട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് ക്വാളിഫൈ ചെയ്ത് ഞാൻ 10-15 മണിക്കൂർ പഠിക്കായിരുന്നു. ബട്ട് പേഴ്സണലി ഐ ഡിഡ് നോട്ട് സ്റ്റഡി. I cannot do that also, and majority of you are telling that it will not be possible for you to prepare. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു സ്ട്രാറ്റജി വേണം പ്രിപ്പറേഷന്. ആ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അണ്ടർസ്റ്റാൻഡ് ദ സിലബസ്, രണ്ടാമത്തേത് അണ്ടർസ്റ്റാൻഡ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മൂന്നാമത്തേത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും സിലബസും മാച്ച് ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ഡോണ്ട് നീഡ് ടു സ്റ്റഡി. സ്വാഭാവികമായിട്ട് എല്ലാവരും പറയും നിങ്ങൾ സിവിൽ സർവീസിൻ്റെ എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT പഠിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും അങ്ങനെ പറയുന്നത്? നിങ്ങൾ 6 മുതൽ 12 വരെയുള്ള NCERT പഠിക്കണം എന്ന് പറയുന്നത് നിങ്ങളും കേട്ടിട്ടുണ്ടാവും. യെസ് ഓർ നോ? യെസ്. നാദിർ പറയുന്നു യെസ്, അഞ്ജു യെസ്, ആൻഡ് സ്വാതി യെസ്, ആൻഡ് അക്ഷയ്, വിവോ, ഫിസ, സെബിൻ, എവരിബഡി ഹാസ് ടോൾഡ് യെസ്, ആൻഡ് മോനിഷ, ടോമി ആൻഡ് സാഹിദ യെസ്. പക്ഷേ നമ്മൾ ഈ 6ാം ക്ലാസ് മുതലുള്ള 12ാം ക്ലാസ് വരെയുള്ള NCERT മുഴുവനായിട്ടും പഠിക്കണോ? വേണ്ട എന്നാണ് എൻ്റെ ആൻസർ. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 6 മുതൽ 12 വരെയുള്ള NCERTയുടെ ഒരു ചാപ്റ്ററും വിടാതെ എല്ലാം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം NCERT ബുക്സ് ഒരിക്കലും സിവിൽ സർവീസിന്റെ സിലബസ് അനുസരിച്ച് ഉണ്ടാക്കിയ പുസ്തകങ്ങളല്ല. അത് സ്കൂളിലെ സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ പ്രിലിംസിന്റെ സിലബസിലാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ആദ്യം നമുക്ക് സിലബസ് മനസ്സിലാക്കിയിട്ട് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എങ്ങനെ അനലൈസ് ചെയ്യണം. മൂന്നാമത്തേത്, എങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻസ് ഏത് പുസ്തകത്തിൽ നിന്നാണെങ്കിലും എങ്ങനെ റിമൂവ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് സെലക്ട് ചെയ്ത് എങ്ങനെ പഠിക്കണം എന്നൊരു സ്ട്രാറ്റജി കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ സിലബസിൽ ഒന്നാമത്തെ സബ്ജക്ട് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിൽ UPSC പറയുന്നത് ആൻഷ്യൻ, മിഡീവൽ ആൻഡ് മോഡേൺ ഹിസ്റ്ററി. പ്രിലിംസിന്, മെയിൻസിനാണെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഹിസ്റ്ററി ആൻഡ് വേൾഡ് ഹിസ്റ്ററി. ഇത് രണ്ടും കൂടി എക്സ്ട്രാ ഉണ്ട്. പ്രിലിംസ് ആണെങ്കിൽ ആൻഷ്യൻ, മിഡീവൽ ആൻഡ് മോഡേൺ, പ്ലസ് ആർട്ട്, കൾച്ചർ ആൻഡ് ലിറ്ററേച്ചർ ഓഫ് ആൻഷ്യൻ, മിഡീവൽ ആൻഡ് മോഡേൺ ഹിസ്റ്ററി. ഇനി നമ്മൾ ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നമുക്കൊരിക്കലും മിഡീവൽ ഇന്ത്യയിൽ നിന്നും വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻസേ വരുന്നുള്ളൂ. നമ്മൾ ഡൽഹി സൽത്തനേറ്റ് മുതൽ മുഗൾ എംപയറിന്റെ ചരിത്രമടക്കം ഒരുപാട് ലോങ് ഹിസ്റ്ററി പഠിച്ചിട്ട് അവസാനം നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് 1 or 2 ക്വസ്റ്റ്യൻസ് മാത്രം. അത് എല്ലാ വർഷം വരുന്നില്ല. ഒരു 4 or 5 വർഷം കൂടുമ്പോൾ 1 or 2 ക്വസ്റ്റ്യൻ ആണ് മിഡീവൽ ഹിസ്റ്ററി എന്ന് വരുന്നത്. മാക്സിമം പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസും വരുന്നത് ആൻഷ്യൻ ആൻഡ് മോഡേൺ ഇന്ത്യ. ഇതിലും ആൻഷ്യന്റ് ഇന്ത്യയിൽ നിന്നും ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഫ്രം ആൻഷ്യൻ ആർട്ട് ആൻഡ് കൾച്ചർ ആൻഡ് ലിറ്ററേച്ചർ എന്ന ക്വസ്റ്റ്യൻ വരുന്നത്. അതല്ലാതെ ചന്ദ്രഗുപ്ത മൗര്യയുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആൻഡ് ചാണക്യയുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആൻഡ് അതുപോലെ തന്നെ അശോകന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, പുഷ്യാമിത്ര ശൃംഗയുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, ഇതൊന്നും ക്വസ്റ്റ്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ നിന്ന് ആൻഷ്യൻ ഇന്ത്യയിൽ നിന്ന് ക്വസ്റ്റ്യൻ വളരെ അപൂർവമായിട്ടേ വരാറുള്ളൂ. അതേസമയം വേദിക് ലിറ്ററേച്ചർ, അതുപോലെ തന്നെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആൻഡ് അശോകൻ പില്ലേഴ്സ് ആൻഡ് ഇങ്ങനത്തെ ആർട്ടും ആർക്കിടെക്ചറും കൾച്ചറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ഓഫ് ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? We should also focus on that area, because in the last 15 years, out of total 100 questions came from ancient India. If 80 questions are from art and culture and literature of ancient India, we should focus more on art and culture and literature of the ancient India, because next year also അതേ പാറ്റേൺ ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് വരിക. രണ്ടാമത്തേത് മോഡേൺ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ മോഡേൺ ഇന്ത്യയിൽ നിന്ന് മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് കെയിം ഫ്രം നാഷണൽ മൂവ്മെന്റ് ഓഫ് ഇന്ത്യ. നാഷണൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ടിൽ 1947 ടിൽ ദ ഫ്രീഡം ഓഫ് ഇന്ത്യ.
ഇവിടെ നിന്നാണ് മിക്കവാറും മെജോറിറ്റി ക്വസ്റ്റ്യൻസും, എല്ലാ ക്വസ്റ്റ്യനും മെജോറിറ്റി ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫോർ എക്സാമ്പിൾ ആൻഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്ററി. ഇനി അടുത്ത ജോഗ്രഫി, GS1 ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി ആൻഡ് വേൾഡ് ജോഗ്രഫിയും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെയും വേൾഡിന്റെയും ഫിസിക്കൽ ജോഗ്രഫി ആൻഡ് സോഷ്യൽ ജോഗ്രഫി, എക്കണോമിക് ജോഗ്രഫി, ഈ 3 ജോഗ്രഫി സെക്ഷൻസ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇനി അടുത്തൊരു പോയിന്റ് കൂടി ഞാൻ പറയാനുള്ളത്, നമ്മൾ പ്രിലിംസിന് ഹിസ്റ്ററിയും ജോഗ്രഫിയും പഠിക്കുന്ന സമയത്ത് മനസ്സിൽ വേണ്ടത്, ഇതേ ഹിസ്റ്ററിയും ജോഗ്രഫിയും മെയിൻസിന്റെ GS1 വരുന്നുണ്ട്. അപ്പം മെയിൻസിന്റെ ഹൗ ടു പ്രിപ്പയർ സൈമുൾട്ടേനിയസ്ലി ഫോർ ദ പ്രിലിംസ് ആൻഡ് മെയിൻസ്, പ്രിലിംസിനും മെയിൻസിനും ഒന്നിച്ച് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം ചോദിച്ചാൽ, പ്രിലിംസിന് നമ്മൾ പഠിക്കുന്ന അതേ ഹിസ്റ്ററി ആൻഡ് അതേ ജോഗ്രഫി അത് മെയിൻസിലും GS1 വരുന്നുണ്ട്. ആ GS1 എത്തുമ്പോൾ നമുക്ക് വേൾഡ് ഹിസ്റ്ററി എക്സ്ട്രാ ആഡ് ചെയ്യണം, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യൻ ഹിസ്റ്ററി ആഡ് ചെയ്യണം, അതുപോലെ തന്നെ GS1 ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന ടോപ്പിക് കൂടി എക്സ്ട്രാ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് GS2, അടുത്തത് പ്രിലിംസിനാണ് പഠിക്കേണ്ടത് ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ്. നമുക്ക് തെറ്റിദ്ധാരണ പലപ്പോഴും, ഈ പൊളിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൊളിറ്റിക്കൽ സയൻസ് അല്ല. പൊളിറ്റി നമ്മൾ സാധാരണ പറയാം പൊളിറ്റി, എക്കണോമി എന്നൊക്കെയാണല്ലോ പറയാം. എന്നാൽ പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് അല്ല നമുക്ക് പഠിക്കേണ്ടത്. അതിന് ഡിഫറൻസ് ഉണ്ട്. ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുമ്പോൾ ഒരിക്കലും അരിസ്റ്റോട്ടിലിന്റെ, പ്ലാറ്റോയുടെ, കൺഫ്യൂഷ്യസിന്റെ പൊളിറ്റിക്കൽ സയൻസിലെ തിയറികളല്ല നമുക്ക് പഠിക്കേണ്ടത്. എന്താണ് സ്റ്റേറ്റ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് സ്റ്റേറ്റ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് ഗവൺമെന്റ്, ഇതൊന്നല്ല പഠിക്കേണ്ടത്. നമുക്ക് പഠിക്കേണ്ടത് ഇന്ത്യൻ പൊളിറ്റി. പ്രാക്ടിക്കലി ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിസ്റ്റം ഓരോ ദിവസവും എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. അതാണ് ഇന്ത്യൻ പൊളിറ്റി. ഇനി ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ്, അതുമായി ബന്ധപ്പെട്ട കറന്റ് അഫയേഴ്സും ഇതേ സബ്ജക്റ്റ് മെയിൻസിന്റെ GS2 വരുന്നുണ്ട്. GS2 ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ് ഉണ്ട്, അതോടൊപ്പം ഇന്റർനാഷണൽ റിലേഷൻസ് ഓഫ് ഇന്ത്യ, ഇതും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് മൂന്നാമത്തെ ടോപ്പിക് ഇന്ത്യൻ എക്കണോമി. നേരത്തെ പറഞ്ഞ പോലെ എക്കണോമിക്സ് അല്ല, ആഡം സ്മിത്തിന്റെ ക്യാപിറ്റലിസ്റ്റ് തിയറിയോ, ജോൺ മീനാർഡ് കീൻസിന്റെ മിക്സ്ഡ് എക്കണോമിക് തിയറിയോ, അതല്ലെങ്കിൽ ഡെവലപ്മെന്റ് എക്കണോമിക്സ് തിയറി, അമർത്യ സെന്റെ ഡെവലപ്മെന്റ് എക്കണോമിക്സ് തിയറിയോ, അതല്ലെങ്കിൽ കാറൽ മാക്സിന്റെ സ്റ്റേറ്റ് എക്കണോമിക് തിയറിയോ, അതൊന്നും പഠിക്കണ്ട. നമ്മൾ പഠിക്കേണ്ടത് ഹൗ ഇന്ത്യൻ എക്കണോമി ഫങ്ഷൻസ്. ഇപ്പൊ ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ആർ ദ റീസൺസ് ഫോർ ഡിപ്രീഷിയേഷൻ? വൈ ഇന്ത്യൻ കറൻസി ഈസ് ഡിപ്രീഷിയേറ്റിംഗ്? ഇൻഫ്ലേഷൻ, മാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടെങ്കിൽ ഹൗ ടു കൺട്രോൾ ഇൻഫ്ലേഷൻ? വാട്ട് ആർ ദ റീസൺസ് ഓഫ് ഇൻഫ്ലേഷൻ? GDP, വാട്ട് ഈസ് GDP? GDPയിൽ തന്നെ വാട്ട് ഈസ് റിയൽ GDP, വാട്ട് ഈസ് നോമിനൽ GDP, ഹൗ ടു കാൽക്കുലേറ്റ് ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ, what are the other measurements of the national income of India like GNP, gross national income, and national product, gross domestic product. ഇങ്ങനെ വ്യത്യസ്തമായ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാകുന്ന എക്കണോമിക്സുമായി ബന്ധപ്പെട്ട, ഇന്ത്യൻ എക്കണോമിയുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളും ടേമുകളും അതിന്റെ വിശദമായ അണ്ടർസ്റ്റാൻഡിങ്ങാണ് നമുക്ക് വേണ്ടത്. അതാണ് ഇന്ത്യൻ എക്കണോമി. ഇപ്പൊ ഇന്ത്യൻ എക്കണോമി പഠിക്കണം. എൻവിറോൺമെന്റൽ എക്കോളജി, എൻവിറോൺമെന്റുമായി ബന്ധപ്പെട്ട ടേമുകൾ, പുതിയ റിസർച്ചുകൾ, അതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ, ഇതെല്ലാം പഠിക്കണം. ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി അല്ല പഠിക്കേണ്ടത്. ജനറൽ സയൻസ് എന്ന് പറഞ്ഞാൽ അതിൽ പഠിക്കേണ്ടത് നമുക്ക് ഇന്ത്യൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സ്പേസ് ടെക്നോളജി, സാറ്റലൈറ്റുകൾ, ഇന്ത്യൻ സ്പേസ് മിഷൻസ് ആൻഡ് PSLV, GSLV, ആൻഡ് അതുമായി ബന്ധപ്പെട്ട അടുത്തത് ഇന്ത്യൻ ഡിഫൻസ് ടെക്നോളജി, DRDOയുടെ ഡിഫറെന്റ് മിസൈലുകൾ, ഡിഫറെന്റ് എയർക്രാഫ്റ്റ് ഡെവലപ്മെന്റ്സ്, ഇതെല്ലാം പഠിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന സയൻസ്, ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരാം, അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഓഫ് തിങ്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരാം. ഞാൻ എക്സാമ്പിൾ പറയാം. 2008 ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് സിവിൽ സർവീസിന്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. 2009 ഞാൻ ആദ്യമായിട്ട് പ്രിലിംസ് എഴുതിയത്. ഈ 2009 പ്രിലിംസ് എഴുതുന്ന സമയത്ത് എൻ്റെ കയ്യിലൊന്നും സ്മാർട്ട് ഫോൺ ഇല്ല. അന്നുള്ളത് നോക്കിയയുടെ ഒരു കീപാഡൊക്കെ ഉള്ള ഫോൺ, നമ്മൾ ബട്ടണൊക്കെ അമർത്തുന്ന ഒരു ഫോണാണുള്ളത്. ഈ നോക്കിയയുടെ ഈ ഫോണ്, അതിലാകെയുള്ള എന്റർടൈൻമെന്റ് ഒരു പാമ്പ് ഇങ്ങനെ മൂവ് ചെയ്യും, എന്നിട്ട്
അത് 4 ഭാഗത്തും തട്ടാതെ ഒരു ഫുഡ് ഇങ്ങനെ ഈറ്റ് ചെയ്യുന്ന ഒരു ഗെയിം. ആരും കളിച്ചിട്ടുണ്ടോ അത്? ഇവിടെ കളിച്ചവരൊക്കെ ഒന്ന് കൈ പൊക്കിയ. ഇതിലൊരു ഹാൻഡ് റൈസിങ് ബട്ടൺ ഉണ്ടാവും. ഓക്കെ, അഞ്ജു പറയുന്നുണ്ട് കളിച്ചിട്ടുണ്ട് എന്ന്. ബാക്കിയുള്ളവരും ഒരുപാട് ആൾക്കാർ, മേഘ 2-3 പേരൊക്കെ കൈ പൊക്കിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. അപ്പോ നിങ്ങളും ഒരു ജെൻ ആൽഫ ഒന്നുമല്ല, ജെൻ സി ആയിരിക്കുമല്ലോ മിക്കവാറും ആളുകൾ. ആ സമയത്ത് എൻ്റെ അടുത്തുള്ള ഫോണൊക്കെ അതാണ്. അന്ന് ഞാൻ എക്സാമിന് പോകുന്ന സമയത്ത് ബ്ലൂടൂത്ത് എന്ന് കേട്ടിട്ട് പോലുമില്ല. കാരണം ബ്ലൂടൂത്ത് ഉള്ള ഫോൺ ഞാൻ അന്ന് കണ്ടിട്ടില്ല. എന്താണ് ബ്ലൂടൂത്ത് എന്നുള്ളത് ഞാൻ എവിടെയും വായിച്ചിട്ടുമില്ല. കാരണം ബ്ലൂടൂത്ത് അതിൻ്റെ ഒരു 2-3 മാസം മുമ്പ് US ഡെവലപ്പ് ചെയ്ത് ആൻഡ് എക്സ്പെരിമെന്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്ലൂടൂത്ത് വഴി. എങ്ങനെയൊക്കെ ബ്ലൂടൂത്തിന്റെ ഫസ്റ്റ് ബ്ലൂടൂത്ത് എഡിഷൻ ഫോൺ അന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ടെക്നോളജി ന്യൂസ് ഫോളോ ചെയ്യാത്തതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒന്നും മനസ്സിലായിരുന്നില്ല, ഒന്നും അറിയില്ലായിരുന്നു. ഈ 2009 പ്രിലിംസിലെ ക്വസ്റ്റ്യൻ വന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ ബ്ലൂടൂത്ത് വിച്ച് ഈസ് റീസെന്റ് ഡെവലപ്ഡ്. അപ്പൊ എനിക്ക് തോന്നിയത് ഈ വല്ല നീല പല്ലുകളും റീസെന്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. ക്വസ്റ്റ്യൻ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ബ്ലൂടൂത്ത് ഈസ് എ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. വയർലെസ് കമ്മ്യൂണിക്കേഷൻ, വയർലെസ് ഫയൽ ട്രാൻസ്ഫർ മെക്കാനിസം. കറക്റ്റ് ആണല്ലോ. വയർലെസ് ആയിട്ട് എൻ്റെ ഫോണിൽ നിന്ന് നിങ്ങളുടെ ഫോണിലേക്ക് എനിക്ക് എന്തെങ്കിലും ഫയലോ പാട്ടോ എന്തും ഷെയർ ചെയ്യാൻ പറ്റും. യെസ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്: ബ്ലൂടൂത്ത് ക്യാൻ ട്രാൻസ്ഫർ ദ ഫയൽ ഫ്രം വൺ ഡിവൈസ് ടു അനദർ ഡിവൈസ് ഈവൻ ഇഫ് ബോത്ത് ദ ഡിവൈസസ് ആർ നോട്ട് ഇൻ ദ ലൈൻ ഓഫ് സൈറ്റ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ റൂമിൽ ഇരിക്കുകയാണ്. ഇവിടെ നിന്ന് എൻ്റെ ഫോണിൽ നിന്ന് ഒരു ബ്ലൂടൂത്തിലെ ഒരു PDF വാതിലൊക്കെ അടച്ചിരിക്കുമ്പോൾ അപ്പുറത്തെ റൂമിലുള്ള എൻ്റെ ഒരു സിസ്റ്ററെ അല്ലെങ്കിൽ എൻ്റെ ബ്രദറുടെ ഫോണിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? രണ്ടാളും ബ്ലൂടൂത്ത് ഓൺ ആണെങ്കിൽ യെസ് ഓർ നോ? യു ക്യാൻ ടെൽ മീ. ലൈൻ ഓഫ് സൈറ്റ് മാൻഡേറ്ററി ആണോ? 2 ഫോണും പരസ്പരം കാണുക എന്നത് മാൻഡേറ്ററി ആണോ? അല്ല പരസ്പരം കാണുന്നില്ലെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ ബ്ലൂടൂത്ത് വഴി ഫയൽ? ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്യും. യെസ് ഓർ നോ? യെസ്, വി ക്യാൻ ഡു. നമുക്കറിയാം, കാരണം നമ്മൾ ബ്ലൂടൂത്ത് വഴി ഒരുപാട് ഫയൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ 2009 എനിക്കത് അറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ടെക്നോളജി, അത് ക്വസ്റ്റ്യൻ വരുന്ന ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നമ്മൾ 2-3 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ കൈകളിൽ എത്താൻ പോകുന്ന ടെക്നോളജി എന്താണോ അതിനെക്കുറിച്ച് അടുത്ത വർഷം ക്വസ്റ്റ്യൻ വരും. അപ്പൊ 2-3 വർഷം കഴിഞ്ഞിട്ട് ആ ടെക്നോളജി നമ്മളൊക്കെ കയ്യിൽ എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് നോളജ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ മോഡേൺ ടെക്നോളജി, എന്തൊക്കെ ടെക്നോളജി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. പ്രിലിംസിന്റെ GS 3-ലാണെങ്കിൽ നമ്മൾ ഈ പഠിച്ച ഇന്ത്യൻ എക്കണോമി, എൻവിറോൺമെന്റൽ എക്കോളജി, ജനറൽ സയൻസ്, അതിൻ്റെ കൂടെ 2 ടോപ്പിക് കൂടി എക്സ്ട്രാ ആഡ് ചെയ്യണം. ഒന്നാമത്തേത് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, രണ്ടാമത്തേത് സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ. ഈ 2 ടോപ്പിക് കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത GS 3 പേപ്പറും കംപ്ലീറ്റ് ആയി. GS 4 എത്തിക്സ് ആൻഡ് ഇന്റഗ്രിറ്റി ആണ്. പിന്നെ 2 ഓപ്ഷണൽ സബ്ജക്ട്, 2 ഓപ്ഷണൽ പേപ്പർ. നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷണൽ സബ്ജക്ട് ചൂസ് ചെയ്യാം. അതിന്റെ ഓപ്ഷണൽ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയ സെഷൻ ജിയോയുടെ IAS അക്കാഡമി നിങ്ങളുടെ കോഴ്സിന്റെ ഇടയ്ക്ക് ഓർഗനൈസ് ചെയ്യുന്നുണ്ടാവും. ഹൗ ടു ചൂസ് യുവർ ഓപ്ഷണൽ സബ്ജക്ട്. ഇനി അടുത്തത് പ്രിലിംസിന്റെ CSAT രണ്ടാമത്തെ പേപ്പർ. ഇത് മെയിൻസിന് യാതൊരു ഉപകാരമില്ല, പക്ഷെ ക്വാളിഫയർ പേപ്പറാണ്. നിങ്ങൾക്ക് 66 മാർക്ക് കിട്ടുകയാണെങ്കിൽ ഈ പേപ്പർ 66 മാർക്സ് ഔട്ട് ഓഫ് 200 ആണ് ഈ CSAT പേപ്പറിൽ നിങ്ങൾക്ക് വേണ്ട മാർക്ക്. CSATൽ ആരൊക്കെയാണ് മാത്സിൽ വീക്കായ ആളുകളൊന്ന് യെസ് പറഞ്ഞു. എൻ്റെ മാത്സ് അത്ര ഉഷാറില്ല. ഓക്കെ, ഫിസ ഇപ്പൊ ടൈപ്പ് ചെയ്താണോ നേരത്തെ ടൈപ്പ് ചെയ്താണോ? ഓക്കെ, സെബിൻ യെസ്. ഓക്കെ, വീക്കാണ്. മോണിഷ ടോമി യെസ്. ആൻഡ് മേഘ യെസ്. ഓക്കെ, വിവോ യെസ്. നാദിർ യെസ്. അക്ഷയ് യെസ്. സാഹിദ യെസ്. മെജോറിറ്റി ആളുകളും മാത്സിൽ വീക്കാണ് എന്നാണ് പറയുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞത് പലരും നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കും. നിങ്ങൾക്ക് മാത്സ് ഇല്ലെങ്കിൽ CSAT ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. കാരണം എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന കുട്ടികൾ മാത്സ് വളരെ വീക്കായ സ്റ്റുഡൻസ് ഇപ്പോൾ സിവിൽ സർവീസിലുണ്ട്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിന്റെ ബേസിലാണ് പറയുന്നത്. കാരണം ഈ പേപ്പറിൽ നമുക്ക് 66 മാർക്കാണ് 200-ൽ കിട്ടേണ്ടത്. ആൻഡ് ഈ 66 മാർക്ക് കിട്ടുന്നതിൽ ഒന്ന് കോംപ്രഹെൻഷൻ മാത്സ് അല്ല. കോംപ്രഹെൻഷൻ ഏകദേശം 25ഓളം ക്വസ്റ്റ്യൻ കോംപ്രഹെൻഷൻ ഉണ്ടാവും. കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാസേജ് തരുന്നു, ഒരു പാരഗ്രാഫ്. ആ പാരഗ്രാഫ് വായിച്ചിട്ട് അതിന് താഴെയുള്ള
2 3 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. നമ്മൾ ആൻസർ ഈസ് ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങളുടെ മുന്നിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ഉണ്ട്, അത് നോക്കി ആൻസർ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ആൻസർ കണ്ടെത്തിയാൽ മതി. ഇതാണ് കോംപ്രഹെൻഷൻ. അതോടൊപ്പം റീസണിങ്ങും മാത്സ് അല്ല, നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ, ബേസിക് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ, ഒരു ബേസിക് ട്രിക്ക് ഉണ്ടെങ്കിൽ, ഞാൻ നേരെ പറയണേ അതാണ്, ഒരു ട്രിക്കും ടിപ്സും ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു 20 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നീടുള്ളത് ഒരു 25 ക്വസ്റ്റ്യൻ മാക്സിമം മാത്തമാറ്റിക്സ് ഉണ്ടാവും. അതിൽ തന്നെ വളരെ ഈസിയായ മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കാരണം നമ്പർ സിസ്റ്റത്തിൽ വളരെ ഈസിയായ പാറ്റേൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ പാറ്റേണിൽ പോയ എല്ലാവർക്കും ആൻസർ കിട്ടുന്ന. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാത്സിൽ വീക്ക് ആണെങ്കിൽ CSAT-ന് ചെറിയൊരു കോച്ചിങ്ങോ അല്ലെങ്കിൽ ട്രെയിനിങ്ങോ എടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് എന്നാലും ഈവൻ വിത്തൗട്ട് മാത്സ്, നിങ്ങൾ മാത്സിന്റെ എല്ലാ പോർഷനും ഒഴിവാക്കുകയാണെങ്കിൽ പോലും കോംപ്രഹെൻഷനും റീസണിങ്ങും മെന്റൽ അബിലിറ്റിയുടെയും പോർഷൻസിന്റെ ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾക്ക് പ്രിലിംസിന്റെ CSAT-ൽ 66 മാർക്ക് 200-ൽ വാങ്ങാൻ പറ്റും എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് മാത്സിൽ വീക്ക് ആണെന്നുകൊണ്ട് ഡോണ്ട് റൺ അവേ ഫ്രം സിവിൽ സർവീസസ്. യു ഹാവ് എ ഫ്യൂച്ചർ വിത്തൗട്ട് പ്രോപ്പർ മാത്തമാറ്റിക്സ്. പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, ആവറേജ്, പെർസെൻറ്റേജ് ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇത്തരം ചാപ്റ്ററുകൾ ഒഴിവാക്കിയാൽ പോലും you can do certain other questions and there will be at least some 50 questions suitable for you. ഈ 50 ക്വസ്റ്റ്യൻസിൽ നിങ്ങളൊരു 35 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ പോലും നിങ്ങൾക്ക് 66 മാർക്കിന്റെ മുകളിൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഡോണ്ട് ബി കൺസേൺ ഓഫ് ദി മാത്തമാറ്റിക്സ്. ഇനി അടുത്തത് നമുക്ക് പ്രാക്ടിക്കലി കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇതുവരെ സിലബസ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹൗ ടു മേക്ക് എ പ്രോപ്പർ സ്ട്രാറ്റജി ഫോർ യുവർ പ്രിപ്പറേഷൻ. ആ സ്ട്രാറ്റജിക്ക് മുമ്പ് നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, ഹൗ ഡസ് ദ ബേസിക് നോളജ് ഹെൽപ്പ് യു. സിവിൽ സർവീസിന് നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റി എന്താണ് എന്ന് നോക്കുന്ന കുറച്ച് പ്രാക്ടിക്കൽ എക്സാമ്പിൾസും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ആ സ്ട്രാറ്റജിയിലേക്ക് കടക്കാം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, ഹൗ ഡസ് ദ ബേസിക് നോളജ് ഹെൽപ്പ്. നിങ്ങളെ ബേസിക് നോളജ് നിങ്ങൾ സിവിൽ സർവീസ് ക്വാളിഫൈ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? ഞാനൊരു ക്വസ്റ്റ്യൻ കാണിക്കാം. UPSC-യുടെ പഴയ ഒരു 2021 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ 2021 UPSC ക്വസ്റ്റ്യൻ വിത്ത് റെഫറൻസ് ടു അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. They are supervised and regulated by local boards set up by the state government. They can issue equity shares and preference shares. They were brought under the purview of National Banking Regulation Act 1949 through an amendment in 1966. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്. അപ്പോ നമുക്ക് ഒന്നാമത്തേത് ഈ ക്വസ്റ്റ്യൻ ഈസ് റിഗാർഡിംഗ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. ആർക്കെങ്കിലും ഇതാർക്കൊക്കെയാണ് ടഫായ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നത്? ഇഫ് യു ഫീൽ സത്യസന്ധമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഈ ക്വസ്റ്റ്യൻ ടഫാണ് എന്ന് തോന്നുന്നത് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഈസി ആണെന്ന് തോന്നുന്നത് നോ ടൈപ്പ് ചെയ്യാം. ഓക്കെ. ആൻഡ് സൂം യൂസർ യെസ് ടഫ്. ആൻഡ് നാദിർസ് ഐഫോൺ യെസ് ടഫ് ആണ്. ഫിസ പറയുന്നു നോ. ദെൻ ഫിസ ക്യാൻ ടൈപ്പ് ദ ആൻസർ. And if you did not attend my earlier session, Vivo yes, Swati yes, Sahida yes, Anju yes. ഒരുവിധം ആളുകളൊക്കെ ടഫാണ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഇത് അത്രമാത്രം ടഫാണ് എന്ന് പ്രാക്ടിക്കലി നമുക്കൊരു അനലൈസിസ് നടത്താം. അപ്പോൾ ഒന്നാമത് ഈ ക്വസ്റ്റ്യൻ വിത്ത് റെഫറൻസ് ടു അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. They are supervised and regulated by local boards set up by the state government. They can issue equity shares and preference shares. They were brought under the purview of the Banking Regulation Act 1949 through an amendment in 1966. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്. നല്ല ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്നത്, എല്ലാ ബാങ്കുകളെയും റെഗുലേറ്റ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിന്റെ പേരെന്താ? അതെല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യോ. നിങ്ങൾ സ്കൂളിൽ പഠിച്ച ഇന്ത്യയിലെ മുഴുവൻ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന, സൂപ്പർവൈസ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏത്? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ. സ്വാതി RBI, വിവോ ടെൽസ് RBI, അഞ്ജു RBI,
ആൻഡ് ഫിസ, RBI, അക്ഷയ്, RBI, സൂം യൂസർ, RBI, സെബിൻ, എല്ലാവർക്കും അറിയാം RBI ആണ്. ഇനി ഈ ഒരു നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട നോളജ് എന്താണ്? ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, RBI ആണ്. ഈ ഒരു നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് 1 ഒന്നുകൂടി വായിച്ചു നോക്കും. They means urban cooperative banks are supervised and regulated by local boards set up by the state government. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ റോങ് ആണോ? Either you can type C or W. If it is correct, C. If it is wrong, W. ഓക്കെ, എല്ലാവരും പറയുന്നത് ഇറ്റ് ഈസ് W ആണല്ലോ അല്ലെ? സൂം യൂസർ W, അഞ്ജു W, ആൻഡ് സ്വാതി W, മേഘ, ഫിസ, എല്ലാവരും പറയുന്നത് റോങ് ആണ്. ഇനി അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ റോങ് ആണോ? They are supervised and regulated by local boards set up by the state government is wrong അല്ലെ? സ്റ്റേറ്റ്മെന്റ് 1 is wrong. ഈ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബോ ഈസ് ആർ കറക്റ്റ്? ഒരു ഇൻഫർമേഷൻ എടുത്തിട്ടുണ്ട്. എനിക്കറിയാം RBI ആണ് എല്ലാ ബാങ്കുകളും റെഗുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാങ്കുകൾ, ഈ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ റെഗുലേറ്റ് ചെയ്യുന്ന ലോക്കൽ ബോർഡുകളാണ് സെറ്റപ്പ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഇനി താഴെ ഓപ്ഷൻസിലേക്ക് ഒന്ന് നോക്കിയേ. ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണെങ്കിൽ വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണെങ്കിൽ ഡിഡ് യു ഗെറ്റ് ഇറ്റ്? വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? ക്യാൻ യു ടൈപ്പ് ഇൻ ദ പോൾ ഓപ്ഷൻ, നോട്ട് ഇൻ ദ ചാറ്റ്. യു ക്യാൻ മാർക്ക് ഇൻ ദ പോൾ ഓപ്ഷൻ വിച്ച് ഈസ് കറക്റ്റ് ആൻസർ. യെസ്, ഏകദേശം 35% ആളുകൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും പെട്ടെന്ന് ഒരു 30 സെക്കൻഡിനകത്ത് എല്ലാവരും ആൻസർ ചെയ്യണം. നിങ്ങൾക്ക് അഥവാ ബൈ ചാൻസ് ആർക്കെങ്കിലും ഈ പോൾ ഓപ്ഷൻ കിട്ടാത്ത കുഴപ്പമുണ്ടോ, കാണാത്ത കുഴപ്പമുണ്ടോ? നാദിർ, അഞ്ജു, ഫിസ ഇവരൊക്കെ പറ്റുകയാണെങ്കിൽ പോളിൽ പോയിട്ട് ആൻസർ ചെയ്യാം. നിങ്ങൾ സ്ക്രീനിൽ ഒരു 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും, ABCD ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും, അതിൽ പോയി ആൻസർ ചെയ്യാം. കുറച്ച് പേര് 5 പേരുടെ ആൻസർ ചെയ്യാനുണ്ട്. അവർക്കൊരു 5 സെക്കൻഡ് കൂടി തരാം. ലാസ്റ്റ് 5 സെക്കൻഡ്സ്. ഓക്കെ, 4 പേര് ആൻസർ ചെയ്യാൻ ബാക്കിയുണ്ട്. ഓക്കെ, ദെൻ മിക്കവാറും മെജോറിറ്റി 90% ആളുകൾ ആൻസർ ചെയ്ത് കറക്റ്റ് ആണ് ഓപ്ഷൻ ബി. വൈ ഓപ്ഷൻ ബി? നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് കിട്ടി. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് 1 എല്ലാ ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. A 1 ഓൺലി റോങ്, C 1 ഉണ്ട് റോങ്, D 1 ഉണ്ട് റോങ്, ആൻഡ് ഓൺലി 1 ഓപ്ഷൻ ഈസ് ലെഫ്റ്റ്, ബി. നമുക്ക് ഇക്വിറ്റി ഷെയർ എന്താണ്, പ്രിഫറൻസ് ഷെയർ എന്താണ്, അതുപോലെ തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അമെൻമെന്റ് 1966 നടന്നിട്ടുണ്ടോ, ഇതൊന്നും അറിയാതെ തന്നെ ഒരൊറ്റ നോളജ് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളെയും റെഗുലേറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്ന നോളജ് വെച്ചിട്ട് വി ഗോട്ട് ദ ആൻസർ. യെസ് ഓർ നോ? നമുക്ക് ആൻസർ കിട്ടിയല്ലോ. ഡു യു വാണ്ട് മോർ ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്? ഇതുപോലത്തെ കൂടുതൽ ഇനിയും ക്വസ്റ്റ്യൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഓക്കെ, യെസ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ എലക്ഷൻ മാനേജ് ചെയ്യുന്നത് ആരാണ്? ഇന്ത്യയിൽ എലക്ഷൻ മാനേജ് ചെയ്യുന്ന ഓർഗനൈസേഷൻ, അതിന് ഷോർട്ട് ഫോം ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, അക്ഷയ് പറഞ്ഞു, ECI എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഈ എലക്ഷൻ മാനേജ് ചെയ്യാന്ന് പറയുമ്പോൾ എലക്ഷന്റെ ഷെഡ്യൂൾ ഫിക്സ് ചെയ്യാം, ഇന്ന ദിവസം വോട്ടിംഗ് നടക്കും, എലക്ഷൻ ഡിക്ലെയർ ചെയ്യാം, പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ചിഹ്നം അപ്രൂവ് ചെയ്യുക, പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ രജിസ്ട്രേഷൻ നടത്തുക, ഇതെല്ലാം ചെയ്യുന്നത് എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് ദ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് മാനേജിങ് എലക്ഷൻ ഇൻ ഇന്ത്യ. അതിൽ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കോ ആർക്കും ഒന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നാണ് ഭരണഘടനാപരമായ നിയമം. ഇലക്ഷൻ കമ്മീഷൻ ഈസ് എ പവർഫുൾ ഇൻഡിപെൻഡന്റ് ബോഡി. അതുകൊണ്ട് തന്നെ അവരുടെ സ്വാതന്ത്ര്യത്തിൽ ആരും ഇടപെടാൻ പാടില്ല എന്നതാണ് ഇന്ത്യയിലെ റൂള്. ഇനി ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2017 ക്വസ്റ്റ്യൻ ആണ്. ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് എ 5-member ബോഡി. ശരിയാണോ തെറ്റാണോ? ഓക്കെ, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അടുത്തത് യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഡിസൈഡ്സ് the election schedule for conduct of general election of both general election and by election. ഈ സ്റ്റേറ്റ്മെന്റ്
കറക്റ്റ് ആണോ റോങ് ആണോ? സി ഓർ ഡബ്ല്യു? പെട്ടെന്ന് ക്വിക്ലി പ്ലീസ് ആൻസർ. സി ഓർ ഡബ്ല്യു? ഫിസ ഡബ്ല്യു റോങ് ആണ്. കാരണം എലക്ഷന്റെ ഷെഡ്യൂൾ ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്, അല്ലാതെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് അല്ല. ഇത് തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ then what is the correct answer? Look into the options and tell me what is the correct answer in the poll option. ഞാൻ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി കറക്റ്റ് ആൻസർ എന്താ നിങ്ങൾ പറയാം. Yes, 46% of you have given answer. Everybody, please give the answer within 30 seconds. ഒക്കെ 53% ആളുകൾ ആൻസർ ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. 61% ആളുകൾ ആൻസർ ചെയ്യും. 5 പേര് ആൻസർ ചെയ്യാൻ ബാക്കിയുണ്ട്. ഓക്കെ, ഏകദേശം ടൈം അവസാനിച്ച് 1 മിനിറ്റ് ഞാൻ സമയം തന്നു ടോട്ടൽ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാൻ ഈ ക്വസ്റ്റ്യൻ വൈൻഡപ്പ് ചെയ്യാം. കറക്റ്റ് ആൻസർ ഈസ് ഡി, 3 ഓൺലി എന്നതാണ് കറക്റ്റ് ആൻസർ. കാരണം എന്താണെന്ന് വെച്ചാൽ 5 മെമ്പർമാരില്ല ഇലക്ഷൻ കമ്മീഷനിൽ, ഇപ്പോൾ 3 മെമ്പർമാരേ ഉള്ളൂ. ഒന്നാമത് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉള്ള എല്ലാ ഓപ്ഷൻസ് ഒഴിവാക്കുകയാണെങ്കിൽ വി ഹാവ് ഓൺലി 1 ഓപ്ഷൻ ലെഫ്റ്റ്, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. അപ്പൊ ഇതാണ് പ്രിലിംസിന്റെ പലപ്പോഴും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള. ഇനി ഞാൻ കുറച്ച് ടൈം കുറഞ്ഞത് കൊണ്ട് നമുക്കൊരു പ്രധാനപ്പെട്ട ഡിസ്കഷനിലേക്ക് പോകേണ്ടത് കൊണ്ട് നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് ഞാൻ എടുക്കുന്നത്. ആൻഡ് അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും ലുക്ക് അറൌണ്ട് അവർ സറൗണ്ടിങ്സ്. നമ്മുടെ സറൗണ്ടിങ്സിലേക്ക് നോക്കിയാൽ നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടുമോ? വെറും പഠിപ്പ്, നമ്മൾ പുസ്തകത്തിലേക്ക് മാത്രം നോക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇപ്പം അടുത്തൊരു സ്റ്റുഡൻറ്റിൻ്റെ റീല് കണ്ടു. ഞാൻ UPSCയുടെ 6 അറ്റംപ്റ്റും കൊടുത്തു. ഈ 6 അറ്റംപ്റ്റിന് ഞാൻ ഏകദേശം 9 വർഷം പ്രിപ്പയർ ചെയ്തു. ഈ 9 വർഷം ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാതെ, ഞാനൊരു ട്രിപ്പ് പോവാതെ, എപ്പോഴെങ്കിലും ഒരു മൂവി മാത്രം കണ്ട് റൂമിനകത്ത് അടച്ചിരുന്ന് 9 വർഷം എൻ്റെ ജീവിതത്തിൽ പാഴാക്കി. ഐ ആം സറണ്ടറിങ് നൗ ആൻഡ് റിട്ടേണിങ് ബാക്ക് ബിക്കോസ് മൈ അറ്റംപ്റ്റ്സ് ആർ ഓവർ. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവരുത്. ഞാനും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് UPSCക്ക്. ഞാനും 2008 മുതൽ 2017 വരെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഏകദേശം ദാറ്റ് ഈസ് ആൾസോ 9 ഇയേഴ്സ്. പക്ഷേ ഈ 9 ഇയേഴ്സിൻ്റെ ഇടക്ക് ഞാൻ എൻ്റെ UG കംപ്ലീറ്റ് ആക്കി. ഞാൻ നെറ്റും JRF എഴുതിയെടുത്തു, PhD ചെയ്തു. ഈ 9 ഇയേഴ്സിൻ്റെ ഇടക്ക് ഞാൻ ഒരുപാട് കാശും സമ്പാദിച്ചു. കാരണം PhD ചെയ്യുന്ന സമയത്ത് JRF ഉള്ളതുകൊണ്ട് ഗവൺമെൻറ് 36,400 മാസം ഫെലോഷിപ്പ് വരെയായിരുന്നു. അതേസമയം ഞാൻ പല കോച്ചിങ് സെൻ്ററിലും പഠിപ്പിക്കാൻ പോയിരുന്നു. ഞാൻ ഏകദേശം മന്ത്ലി ആവറേജ് ഒരു 1 lakh rupees ഞാൻ ആ സമയത്ത് ഏൺ ചെയ്യാൻ തുടങ്ങിയിരുന്നു. 2013-14 മുതൽ ഏൺ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പം അതിൻ്റെ കൂടെ ഞാൻ ട്രിപ്പുകൾ പോയിരുന്നു. ഞാൻ ഇന്ത്യയിലെ 17 സംസ്ഥാനങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ലോകത്തെ 5 രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്തത് ആ സമയത്താണ്, 2012 to 2017 PhD ചെയ്യുന്ന സമയത്ത്. ഇതുകൊണ്ടൊന്നും എനിക്ക് എൻ്റെ സിവിൽ സർവീസിന് എന്തെങ്കിലും നഷ്ടമുണ്ടായി എന്ന് തോന്നിയിട്ടില്ല. വി ഷുഡ് നെവർ സ്റ്റോപ്പ് എക്സ്പ്ലോറിങ് അവർ ഓപ്പർച്യൂണിറ്റീസ്. അതിനിടയ്ക്ക് ഞാൻ യുണൈറ്റഡ് നേഷൻ സിവിൽ സർവീസിന്റെ എക്സാമിന് അപ്പിയർ ചെയ്തു. ഒരുപാട് നമുക്ക് എന്തൊക്കെ അവസരങ്ങൾ മുന്നിൽ വരുന്നോ ആ അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തണം. അതിൻ്റെ കൂടെ വി ഷുഡ് ടേക്ക് ഇറ്റ് ആസ് എ പാർട്ട് ഓഫ് ദ ലൈഫ്, സിവിൽ സർവീസ് പ്രിപ്പറേഷൻ. അതല്ലാതെ എനിക്ക് സിവിൽ സർവീസ് മാത്രം മതി എന്ന് വാശി പിടിക്കുന്നത് ദാറ്റ് ഈസ് എ ഫൂളിഷ് ഡെസിഷൻ. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് നെവർ ഗ്യാരണ്ടീഡ് ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. ഒരിക്കലും ഗ്യാരണ്ടീഡ് അല്ല. കാരണം നമുക്ക് നമ്മുടെ എഫേർട്ടും പ്രിപ്പറേഷനും ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ദർ ഷുഡ് ബി ദ ഹെൽപ്പ് ഓഫ് ഗോഡ്. ആ എക്സാമിൻ്റെ 2-3 മണിക്കൂർ നമ്മുടെ മെൻ്റൽ പ്രസൻസ്, നമ്മുടെ മൈൻഡിൽ പ്രഷർ ഇല്ലാതിരിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ആൻഡ് പ്രിപ്പറേഷൻ ഫോർ സിവിൽ സർവീസ് ഷുഡ് നെവർ ബി എ ബോറിംഗ് എക്സസൈസ് ഇൻ യുവർ ലൈഫ്. ഇറ്റ് ഷുഡ് ബി ആൻ എൻ്റർടൈൻമെൻറ്റ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് എടുക്കാൻ പറ്റണം. അതിനുവേണ്ടി ബാക്കി എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഇത് കിട്ടുമെന്ന് ഗ്യാരണ്ടി ഇല്ല. ബാക്കിയുള്ള കോംപ്രമൈസ് ചെയ്യാത്തതുകൊണ്ട് കിട്ടാനും സാധ്യതയുണ്ട്. എൻ്റെ കൂടെ കിട്ടിയ ഒരുപാട് ഫ്രണ്ട്സ്, ഡോക്ടർ അദീല അബ്ദുള്ള, അതുപോലെ തന്നെ ഡോക്ടർ
അനീസ് ആൻഡ് ഇതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കിട്ടിയ ആളുകൾ ഞങ്ങൾ എല്ലാവരും ഒരുപാട് എല്ലാ എൻ്റർടൈൻമെൻറ്റും ഞാൻ ആസ്വദിച്ച് അത് യാത്ര ചെയ്ത് ആൻഡ് അതിൻ്റെ കൂടെ പഠിച്ചിട്ട് തന്നെയാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞത് ലുക്ക് അറൗണ്ട് യുവർ എൻവിറോൺമെന്റ്. ഉദാഹരണത്തിന് നിങ്ങൾ ഈ മരം കണ്ടിട്ടുണ്ടാവും. ഇതെന്താണ്? മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക, പേരറിയുന്ന ആളുകൾ. വാട്ട് ഈസ് ദിസ്? നമ്മളെല്ലാവരും പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്ന വെജിറ്റബിൾ അല്ലെങ്കിൽ മുരിങ്ങ. ആൻഡ് മുരിങ്ങ എന്ന് മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ എന്താണ്? ഡ്രം സ്റ്റിക്ക്. ആൻഡ് ഇംഗ്ലീഷിലെ ഡ്രം സ്റ്റിക്ക് സയന്റിഫിക് നെയിം മൊരിങ്ക എന്നാണ്. നമ്മൾ മലയാളത്തിൽ പറയുന്ന അതേ സാധനമാണ് സയന്റിഫിക് നെയിം. ആൻഡ് ഞാൻ ആസാമീസ് എഴുതാൻ കാരണം ആസാമിൽ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ അതിന്റെ ആസാമീസ് സോജീന എന്നാണ്. അതുകൂടി ഞാൻ ആഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ മലയാളത്തിലാണ് സോജീന റിമൂവ് ചെയ്തതാണ്. അപ്പോൾ മൊരിങ്ക എന്നാണ് സയന്റിഫിക് നെയിം, അല്ലെങ്കിൽ മുരിങ്ങ എന്ന് നമ്മൾ പറയുന്നു. ഈ മുരിങ്ങ പലപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഗ്രീൻ ആയിട്ട് എല്ലാ ലീഫും ഓടുകൂടെ മുരിങ്ങ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതോടൊപ്പം മുരിങ്ങ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? പലപ്പോഴും ഈ യെല്ലോയിഷ് ആൻഡ് ലീഫൊക്കെ യെല്ലോ കളറായിട്ട് കണ്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? Have you seen the moringa tree and with yellow leaves? Yes. Have you seen sometimes and moringa without any leaf? Only the dry moringa will be there on that. Yes, that is also there. നിങ്ങൾക്ക് മുരിങ്ങയെ കുറിച്ചൊരു ഏകദേശം ധാരണ നമ്മൾ സറൗണ്ടിങ്സ് നോക്കിയപ്പോൾ കിട്ടി. മുരിങ്ങ പലപ്പോഴും ലീഫ് ഉണ്ടാവും, പലപ്പോഴും ലീഫ് ഉണ്ടാവില്ല. ഇനി 2021 മുരിങ്ങയെ കുറിച്ച് വന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. UPSC 2021 വന്ന ക്വസ്റ്റ്യൻ ആണ്. Consider the following statements. Moringa or drumstick tree is a leguminous evergreen tree. ശരിയാണോ തെറ്റാണോ? എവർഗ്രീൻ, ലെഗൂമിനസ് എവർഗ്രീൻ ട്രീ. എവർഗ്രീൻ എന്ന് പറഞ്ഞാൽ ഇല പൊഴിക്കാത്ത എവർഗ്രീൻ ആയ ഡെസിഡസ് അല്ലാത്ത ട്രീ ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് 1 വിത്ത് അവർ സറൗണ്ടിങ്സ് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈസ് റോങ്. ഈ സ്റ്റേറ്റ്മെന്റ് 1 റോങ് ആണെങ്കിൽ ടെൽ മീ വാട്ട് ഈസ് ദ ആൻസർ. നൗ ഡയറക്ട്ലി വി ആർ മൂവിങ് ഇൻ ടു what is the answer for this question. Don't type in the chat option. I will give you the and poll option. Poll is better. Yeah, you can, whatever you typed in the chat is fine. And can you tell me the answer quickly within 10 seconds? 69% ആളുകൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊരു 4 പേര് ബാക്കിയുണ്ട്. പെട്ടെന്ന് ആൻസർ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, 2 പേര് ആൻസർ കിട്ടാൻ ബാക്കിയുണ്ട്. ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. 5 seconds കൂടി തരാം, 5 സെക്കൻഡ് കൂടി തരാം, ബാക്കി 2 പേരും കൂടി ആൻസർ ചെയ്യാൻ. ഓക്കെ, then majority 91% of you have given correct answer. Option B is correct. കാരണം statement 1 is wrong. Then without looking into other statements, and we can conclude that A is wrong, C is wrong, D is wrong. Correct answer is option B. അപ്പൊ ഈ പറഞ്ഞ ബാക്കിയുള്ളത് ടെർമറിൻ എന്ന് പറഞ്ഞാൽ പുളിങ്ങ is endemic to South Asia. ശരിയാണ് തെറ്റാണ് നമുക്കറിയാം, തെറ്റാണ്. And in India most of the turmeric is collected as a minus forest produce. ശരിയാണ്. India exports turmeric and seed of moringa. ശരിയാണ്. Seed of moringa and turmeric can be used in the production of the biofuels. That is also correct. Then 3, 4 and 5 ആണ് correct. But ഇതൊന്നും അറിയാതെ നമ്മൾ മുരിങ്ങയെ ഒബ്സർവ് ചെയ്തതോടെ മാത്രം we got the answer. അപ്പൊ അതുകൊണ്ട് തന്നെ ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്തത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ലാസ്റ്റ് 5 minutes പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ആൻഡ് ഫോക്കസ് ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, how much time you prepare does not matter, but how much qualitatively you prepare, that matters. ഞാൻ നേരത്തെ പറഞ്ഞു NCERT പുസ്തകങ്ങൾ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ളത് മുഴുവനായിട്ട് വായിക്കണോ എന്ന് ചോദിച്ചാൽ മൈ ആൻസർ ഇസ് നോ. Why I'm telling, we should be specific into those chapters from where repeatedly the question comes. നമ്മളൊരു ഇന്ത്യൻ പൊളിറ്റി, ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ പൊളിറ്റി എടുക്കുകയാണെങ്കിൽ, ഇന്ത്യൻ പൊളിറ്റിയുടെ നമ്മൾ പറയാണ് പഠിക്കേണ്ടത് NCERT 6 മുതൽ 12 വരെയുള്ള NCERTകൾ. അത് കഴിഞ്ഞ് ലക്ഷ്മികാന്ത് ഇന്ത്യൻ പൊളിറ്റി. ഈ ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റിയും 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERTയും പഠിക്കുകയാണെങ്കിൽ ഏകദേശം 100ഓളം ചാപ്റ്റേഴ്സ് ഉണ്ടാവും ഇതിലൊക്കെ കൂടി. കാരണം NCERT ഒരു വർഷം ഒരു 6, 7, 8 ചാപ്റ്റർ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു 6 വർഷത്തേക്ക് 7 വർഷത്തേക്ക് ആൻഡ് 56 ചാപ്റ്റേഴ്സ് ഉണ്ട്. ലക്ഷ്മികാന്തിലും ഏകദേശം 50-60 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏകദേശം 100 ചാപ്റ്റർ ഉണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ
UPSCയുടെ 2011 മുതൽ 2025 വരെയുള്ള 26 വരെയുള്ള പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് എടുക്കാം. ഈ ക്വസ്റ്റ്യൻസിൽ നിന്നും ഇന്ത്യൻ പൊളിറ്റിയുടെ ക്വസ്റ്റ്യൻസ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ലെറ്റ് മീ ഷോ യു എ ഫയൽ. ഈ 2000 ഒരു മിനിറ്റ്, ഞാൻ ഫയൽ കാണിച്ചു തരാം. ഇന്ത്യൻ പൊളിറ്റിയുടെ 2000 ഫയൽ കാണുന്നുണ്ടല്ലോ പ്രിലിംസിന്റെ. 2011 മുതൽ 2026 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കേണ്ടത് ചാപ്റ്റർ വൈസ് ആണ്. ഉദാഹരണത്തിന് ഈ ഗവൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ NCERTയുടെ 6ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററാണ്. 1ാമത്തെ ചാപ്റ്റർ ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ, 2ാമത്തെ ചാപ്റ്റർ ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് എന്ന ചാപ്റ്ററിന് യു ക്യാൻ സി 2014 ക്വസ്റ്റ്യൻ വന്നു, 2015 ക്വസ്റ്റ്യൻ വന്നു, 2017 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, 2017 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, 2020 ക്വസ്റ്റ്യൻ വന്നു, 2021 ക്വസ്റ്റ്യൻ വന്നു. അതുകൊണ്ട് തന്നെ ഇനിയും 2021 2 ക്വസ്റ്റ്യൻ വന്നു. ഇതൊരൊറ്റ ചാപ്റ്റർ NCERTയുടെ. NCERT 6ാം ക്ലാസ്സിലെ ഗവൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. Why the question is coming from that particular chapter? Because government is a part of our syllabus. Diversity in India എന്ന് പറയുന്ന ചാപ്റ്ററിൽ മുമ്പുണ്ട്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അത് കഴിഞ്ഞുള്ള ചാപ്റ്റർ നെൽസൺ മണ്ടേല, അതുപോലെ തന്നെ ആഫ്രിക്കൻ ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ചൊക്കെയാണ് ചാപ്റ്റേഴ്സ്. അതിനൊന്നും ക്വസ്റ്റ്യൻ വരൂല. കാരണം നെൽസൺ മണ്ടേലയും ആഫ്രിക്കൻ ഫ്രീഡം സ്ട്രഗിളും ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസസ് സിലബസ്. നമ്മുടെ സിലബസിൽ ഉള്ളതല്ല അത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു. പിന്നെ അതുപോലെ തന്നെ ഈക്വാലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ, ഇത് NCERTയുടെ ചാപ്റ്ററാണ് 8ാം ക്ലാസ്സിൽ. ഇതിന് 2017 ക്വസ്റ്റ്യൻ വന്നു. റൈറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് 2017 ക്വസ്റ്റ്യൻ വന്നു. ഫ്രീഡം ആൻഡ് ലിബർട്ടി 2018, 2019, 2021 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ നിന്നും. ഞാൻ പറഞ്ഞു വന്നത് NCERTയുടെ 6ാം ക്ലാസ് മുതൽ 11ാം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം 50-60 ചാപ്റ്ററുകളിൽ നിന്നും 11 ചാപ്റ്ററുകളിൽ നിന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. ഈ 11 ചാപ്റ്ററുകൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായി പഠിച്ച് അനലൈസ് ചെയ്തിട്ടാണ് പറയുന്നത് നിങ്ങളോട്. ഇതൊക്കെ NCERT ചാപ്റ്റേഴ്സ് ആണ്. 11 ചാപ്റ്ററുകളിൽ നിന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. ബാക്കി 40ഓളം ചാപ്റ്ററുകളിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല. ഇനി നിങ്ങൾ പറയും, കഴിഞ്ഞ 15 വർഷത്തിനിടക്ക് ക്വസ്റ്റ്യൻ വരാത്ത 10, 30, 40 ചാപ്റ്റർ അനാവശ്യമായി പഠിക്കുക എന്നുള്ളത് ഈസ് ഇറ്റ് എ സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ? നോ. ലക്ഷ്മികാന്തിന് ഇന്ത്യൻ പൊളിറ്റി എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു ചാപ്റ്ററിന്റെ എക്സാമ്പിൾ പറയാം. പാർലമെന്റ് ഓഫ് ഇന്ത്യ. പാർലമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും എല്ലാ വർഷവും 3-4 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതാണ് പാർലമെന്റ് ഓഫ് ഇന്ത്യ ചാപ്റ്റർ. ഈ പാർലമെന്റ് ഓഫ് ഇന്ത്യ 2-3 വർഷം ഞാൻ കാണിച്ചു തരാം. പാർലമെന്റ് ഓഫ് 2011 മുതലാണ് അനലൈസ് ചെയ്യുന്നത്. 2011 ഈ ക്വസ്റ്റ്യന്റെ ബ്രാക്കറ്റിൽ ഇട്ടത് ഇയർ ഓഫ് ദ ക്വസ്റ്റ്യൻ ആണ്. 2011 ക്വസ്റ്റ്യൻ നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ 2, ക്വസ്റ്റ്യൻ നമ്പർ 3 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 3. 3 ക്വസ്റ്റ്യൻ 2011 വന്നു. 2012 ക്വസ്റ്റ്യൻ നമ്പർ 4, 2012 പാർലമെന്റ് ഓഫ് ഇന്ത്യ ചാപ്റ്ററിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 6 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 7, ക്വസ്റ്റ്യൻ നമ്പർ 8 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 9 ആൻഡ് 6 ക്വസ്റ്റ്യൻ. 2012 പാർലമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസ് വന്നു. നേരെ മറിച്ച് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ, പാർട്ട് 9B ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന പാർട്ട് 9B ആയ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 2011 മുതൽ 2026 വരെ 0 ക്വസ്റ്റ്യൻസ് ആവുന്നത്. നമ്മൾ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററും അതുപോലെ പാർലമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററും സെയിം ഇമ്പോർട്ടൻസോടെ പഠിക്കണോ? നോ, പഠിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ എവിടുന്ന്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഞാൻ കാണിച്ചു തരാം. പാർലമെന്റ് ഓഫ് ഇന്ത്യ അതിന് മുമ്പ് എടുക്കുകയാണെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് ക്വസ്റ്റ്യൻ വന്ന ചാപ്റ്റർ ആണ്. പ്രൈം മിനിസ്റ്റർ ആൻഡ് യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, അതിന് മുമ്പ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, എമർജൻസി പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അമെൻമെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് ഇങ്ങനെ പഞ്ചായത്തി രാജ്,
ഒരു 35 ചാപ്റ്റേഴ്സ് എന്നാണ് ഇന്ത്യൻ പൊളിറ്റിയുടെ മുഴുവൻ ക്വസ്റ്റ്യൻസും വരുന്നത്. ദിസ് ഈസ് കോൾഡ് ആസ് സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ. നിങ്ങൾ വളരെ ശക്തമായ സ്ട്രാറ്റജിയോടെ സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് വേണം പ്രിപ്പയർ ചെയ്യാൻ. ദെൻ സക്സസ് ഇസ് യുവേഴ്സ്. അതർവൈസ് ബ്ലൈൻഡ് പ്രിപ്പറേഷൻ ആണെങ്കിൽ കിട്ടുന്നതൊക്കെ വായിക്കാം, മാർക്കറ്റിലുള്ളതൊക്കെ വാങ്ങിക്കാം. അങ്ങനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ത്രൂ ഔട്ട് ദ ലൈഫ് ഇഫ് യു ആർ പ്രിപ്പയറിംഗ് സിവിൽ സർവീസ് ഇസ് നോട്ട് പോസിബിൾ. ദാറ്റ് ഈസ് വൈ മൈ ഫൈനൽ അഡ്വൈസ് ഇസ് ദാറ്റ് ബി സ്ട്രാറ്റജിക്, ബി സയന്റിഫിക് and be extraordinary, be outstanding in your preparation, and then the door, you can knock the door of success. Not only knock, you can open the door of success, and you can be successful within 1 or 2 years. If you prepare for 6 hours by focusing only whatever required for the examination, and definitely 1 year is more than enough to prepare for UPSC Civil Services examination. Okay, thank you all. I'm winding up the session today. If you have any doubt, you can quickly ask me. ഒന്നുകിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ഡൗട്ട് ചോദിക്കാം, വോയിസിൽ വന്നിട്ട്. അതല്ലെങ്കിൽ യു ക്യാൻ ടൈപ്പ് യുവർ ആൻസർ. ഇഫ് യു ഡോണ്ട് ഹാവ് എനി ഡൗട്ട്, യു ക്യാൻ ഗിവ് മി എ ഫീഡ്ബാക്ക് ഫോർ ടുഡേ സെഷൻ. Okay, Zoom user notes PDF ആയിട്ട് ആപ്പിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ, ആൻഡ് ഡെഫിനറ്റ്ലി ഐ ആം ടീച്ചിങ് ഇന്ത്യൻ പൊളിറ്റി, and I will be teaching the certain portions of the mains also in Geoid IAS Academy. Whatever I am teaching, I will upload the notes in the website. ഹായ് സർ, എൻ്റെ പേര് ഫിസ. ഞാനൊരു കാര്യം ചോദിക്കാനായിരുന്നു സർ. ഇപ്പം ആ PDF പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലല്ലേ നമുക്ക് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തത്. അപ്പം നമ്മൾ മെയിൻസിന്റെ പ്രിപ്പറേഷനിലും കൂടെ ആഡ് ചെയ്യുമ്പോൾ ചില ടോപ്പിക്ക് പ്രിലിംസിൽ മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക് മെയിൻലി പ്രിലിംസിൽ അത് വരത്തില്ലായിരിക്കാം. ബട്ട് അതുപോലെ തന്നെ മെയിൻസിൽ വരുന്നത് പ്രിലിംസിൽ ഉണ്ടായിരിക്കത്തില്ലായിരിക്കാം. ബട്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ ഇപ്പം പ്രിലിംസ് ഫോക്കസ് ചെയ്ത് നമ്മൾക്ക് പ്രിലിംസ് വരെ ചെയ്യാം. അത് കഴിഞ്ഞ് മെയിൻസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ പിന്നെ നമ്മൾ ഇത് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതില്ല. അപ്പം നമുക്ക് കുറച്ച് കുറച്ചൊരു ക്വാളിറ്റി ഫോർ എക്സാമ്പിൾ കുറച്ച് അറ്റൻഷൻ കൊടുത്ത് പഠിച്ച സാധനം പിന്നെ മെയിൻസിന്റെ ഇതിൽ വരുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ പഠിക്കേണ്ടി വരും. അപ്പം അങ്ങനെയാകുമ്പം കുറച്ച് ഡിഫിക്കൽട്ട് ആവില്ലേ എന്നാണ് എൻ്റെ ഒരു. ഓക്കെ, ഫിസിക്സ് മനസ്സിലായ ചോദ്യം. ആൻഡ് ഒന്നാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രിലിംസിന്റെ പ്രിപ്പറേഷനും മെയിൻസിന്റെ പ്രിപ്പറേഷനും. ഒരു പ്രൈമറി ഡിഫറൻസ് ഉണ്ട്. ഒന്നാമത്തേത്, പ്രിലിംസിനാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. കാരണം പ്രിലിംസിന്റെ സിലബസിൽ UPSC ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ് എന്ന് UPSC പറയുള്ളൂ. നിങ്ങൾ നേരെ മറിച്ച് നിങ്ങൾ മെയിൻസിന്റെ നോട്ടിഫിക്കേഷനിൽ മെയിൻസിന്റെ സിലബസ് എടുക്കുകയാണെങ്കിൽ അതിന് താഴെ ഓരോ മൊഡ്യൂൾ പറയും. പൊളിറ്റി ആൻഡ് ഗവേണൻസ് എന്നും ഇന്ന മൊഡ്യൂൾ പഠിക്കണം, ഇന്ന ചാപ്റ്റേഴ്സ് പഠിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ സൊസൈറ്റി ഇൻ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ അതിൽ പറയും ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ പഠിക്കണം. ആൻഡ് അതുപോലെ തന്നെ വിമൺ ആൻഡ് ദ എംപവർമെന്റ് ഓഫ് വിമൺ ഇൻ ഇന്ത്യ, കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ, ട്രൈബ്സ് ഇൻ ഇന്ത്യ, salient features of Indian society and population of India and the demographic dividend of India എന്ന് പറഞ്ഞ് സിലബസിൽ എന്തൊക്കെ സബ് ടോപ്പിക്സ് പഠിക്കണം എന്ന് കൃത്യമായി ഡീറ്റെയിൽഡ് ആയിട്ട് UPSC തന്നെ പറയുന്ന സിലബസ് ആണ് മെയിൻസിനുള്ളത്. പ്രിലിംസിന് അങ്ങനെയല്ല. പ്രിലിംസിന് നമ്മുടെ റിസർച്ച് കൂടുതൽ ആവശ്യമാണ്. ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും എന്ന് UPSC ഒരിക്കലും പറയുന്നില്ല. മെയിൻസിൽ ഇന്ന ചാപ്റ്ററുകളിൽ നിന്ന് ഓരോ സബ്ജക്റ്റിന്റെയും ഇന്ന സബ് ടോപ്പിക്കുകളും കൂടി സബ് മൊഡ്യൂളുകൾ കൂടി UPSC പറയുന്നത് കൊണ്ട് മെയിൻസിന്റെ പ്രിപ്പറേഷൻ വളരെ ഈസിയാണ്. രണ്ടാമത്തേത്, ഞാനിപ്പോൾ ഈ പറഞ്ഞ സെയിം എക്സസൈസ് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചെയ്യണം. അതും പ്രിലിംസിന്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പേ ചെയ്ത് പ്രിലിംസിന് പഠിക്കുന്ന സമയത്ത് മെയിൻസിന് കൂടിയുള്ള ചാപ്റ്റേഴ്സും ഫോക്കസ് ചെയ്ത് പഠിക്കണം. കാരണം പ്രിലിംസിന്റെ മിക്കവാറും ചാപ്റ്റേഴ്സ് മെയിൻസിന് റെലവെന്റ് ആയിരിക്കും. അതോടൊപ്പം മെയിൻസിന് മാത്രം റെലവെന്റ് ആയ ചാപ്റ്റേഴ്സിന് മറ്റൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പ്രിലിംസിന്റെ പൊളിറ്റി പഠിക്കുമ്പോൾ ആ ചാപ്റ്റർ കൂടി നമ്മൾ കവർ ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. Okay, I hope I answered your question. Yes, sir. Thank you. Okay, Anju, it is wonderful session. Thank you so much. And thank you so much, Megha. As a beginner, thank you so much for your lessons. Thank you. And Vivo, Zoom user, thank you. And Swati, thank you. And anybody else has any question?
ഓക്കെ, എന്നാൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വിൽ മീറ്റ് അഗെയിൻ. അണ്ടിൽ ദെൻ ബൈ, ഗുഡ് നൈറ്റ്.